മക്കളെ നമസ്കാരം. നമുക്ക് അടിസ്ഥാന പാഠാവലിയിലേക്ക് കടക്കാം. 4 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം കേട്ടോ. മലയാളം ഫസ്റ്റിന് പറഞ്ഞതുപോലെ തന്നെ ഇതും എഴുതി നോക്കണം. നിങ്ങൾ ധാരാളം എഴുതാനുണ്ട്. മുഖപ്രസംഗം, പ്രഭാഷണം, ഉപന്യാസം എല്ലാം വരും അല്ലേ? നമുക്ക് നോക്കാം. എൻ്റെ ചങ്ങാതി എത്തിപ്പോയി സൂചിപ്പിക്കുന്ന ഭാഗം ഏതാ? 1ാം ക്ലാസ്സുകാരോട് ചോദിക്കുമോ മിസ് എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ? ആഹ്ലാദം അല്ലേ? അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ പദമാക്കി എഴുതുക. അപ്പനും മകനും കെട്ടിപ്പിടിച്ചു, ആ കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു. എങ്ങനെ ഒറ്റ പദമാക്കുക? അപ്പോൾ എന്നത് ചേർക്കുക. അപ്പനും മകനും കെട്ടിപ്പിടിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ചിരുത ആനന്ദിച്ചു, അല്ലെങ്കിൽ ആ കാഴ്ച നോക്കി നിന്ന് ചിരുത ആനന്ദിച്ചു. ഈ പെരുമാളിന്റെ അമ്മ തൊട്ടിൽ ഈ വരിയിലെ ചോദ്യചിഹ്നം ധ്വനിപ്പിക്കുന്നത് എന്തെല്ലാം? ഈ പെരുമാളിന്റെ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, ബ്രാക്കറ്റില് ഈ പെരുമാളിന്റെ എന്ന് എഴുതിയിട്ടൊരു ചോദ്യചിഹ്നമാണ്. എന്തൊക്കെയാ അത് ധ്വനിപ്പിക്കുന്നത്? പെരുമാൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം മക്കളെ? പെരുമാൾ എന്ന് വെച്ചാൽ ഈശ്വരൻ അല്ലെ. അമ്മയെ കൊണ്ട് കളയുന്നത്, ആരും കാണാത്ത സമയം നോക്കിയിട്ട് അമ്മയെ കൊണ്ട് കളയാൻ പോകുന്നത് അല്ലെ, വലിയൊരു മാളിന്റെ അടുത്ത് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് കളഞ്ഞു പോകാൻ നോക്കുക. പക്ഷേ അത് പെരുമാൾ കാണുന്നുണ്ട്. അതാണ് ഒരു ചോദ്യചിഹ്നം അല്ലേ. ഈശ്വരൻ എല്ലാം കാണുന്നില്ലേ, എനിക്ക് അങ്ങനെ ഒളിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ആ ചോദ്യചിഹ്നത്തിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത്. അന്നത്തെ സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. ഈ വാക്കുകളിൽ തെളിയുന്ന മകന്റെ മാനസികാവസ്ഥ എഴുതുക. എന്താണ്? അമ്മയെ കളയാൻ പോവുകയാണ് അല്ലേ. പക്ഷെ ജില്ലാശുപത്രിയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ പനി കൊണ്ട് വിറയ്ക്കുന്ന എന്നെ എടുത്ത് ആശുപത്രിയുടെ പടിക്കെട്ടുകൾ കയറി അല്ലേ. ആ കയറിയ ചിന്തയുണ്ടല്ലോ, അമ്മ അന്ന് എനിക്ക് വേണ്ടി ത്യജിച്ച ആ ത്യാഗത്തിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ കുറ്റബോധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അന്ന് എനിക്ക് കിട്ടിയ ഇഞ്ചക്ഷൻ്റെ പോലത്തെ ഒരു കുത്ത് അല്ലേ, ഒരു സൂചിപ്രയോഗം, ഒരു ആ ഇഞ്ചക്ഷൻ്റെ പോലത്തെ ഒരു വേദന, സൂചിപ്രയോഗത്തിൻ്റെ പോലെ അതുപോലുള്ളൊരു വേദന എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത്രയേറെ എന്നെ നോക്കി വളർത്തിയ അമ്മേനെയാണല്ലോ ഞാൻ ഇന്ന് വഴിയിൽ കൊണ്ട് കളയാൻ പോകുന്നത്, എന്തൊരു ദുഷ്ടനാ ഞാൻ എന്നുള്ള ഒരു മനസാക്ഷി കുത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അടുത്തത്, പൂത്തിരി കത്തിച്ച പോലുള്ള മാമ്പൂക്കുല. ഈ വരികളിലെ സദൃശ്യ കൽപ്പനയുടെ ഔചിത്യം സൂചിപ്പിക്കുക. മാമ്പൂവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മാവ് പൂത്ത് നിൽക്കുന്നത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷുവിന് നിങ്ങൾ മേടിക്കുന്ന പൂത്തിരിയുടെ ഒരു ഓർമ്മ വരുമോ? കവികൾക്ക് വരും കേട്ടോ. പൂത്തിരി കത്തിച്ചതുപോലെ ഉള്ള ഒരു മാമ്പൂക്കുല, അതിൻ്റെ സദൃശ്യകൽപ്പനയുടെ ഔചിത്യം എന്ന് വെച്ചാൽ അത് വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം മാവിൻ്റെ ആ പൂത്തിരിയുടെ അല്ലേ, മാവിൻ്റെ ആ കുലയുടെ ആകൃതിയും പൂത്തിരിയുടെ ആകൃതിയും ഒക്കെ ഒരുപോലെയാണ്. പൂത്തിരി കത്തുമ്പോഴുള്ള കാഴ്ചയും ആ പ്രകാശവും മാമ്പൂ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രത്യാശയുണ്ടല്ലോ, ഇതിൽ നിന്ന് ധാരാളം ഉണ്ണിമാങ്ങകൾ വിരിയും, പിന്നീട് മാമ്പഴം ഉണ്ടാകും. അങ്ങനെ പ്രത്യാശയുടെ ഒരു ചിഹ്നമാണ് മാമ്പൂവ് അല്ലേ. നമുക്ക് തരുന്നത് പ്രത്യാശയാണ്. വിഷുവിന് പൂത്തിരി കത്തിക്കുന്നത് നമ്മളൊരു പുതുവർഷത്തിന്റെ പ്രതീകത്തിലാണ് അല്ലേ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള സാദൃശ്യകൽപ്പന നന്നായിട്ടുണ്ട്. അടുത്തത്, എടി കള്ളി നീ അത് ഒളിച്ചു വച്ചിരുന്നോ? രണ്ടിടങ്ങഴിയെ വികാര തീവ്രമായ വായനാനുഭവമാക്കുന്നത് വാമൊഴി പ്രയോഗങ്ങളാണ്. ഈ നിരീക്ഷണം സമർത്ഥിക്കുക. തീർച്ചയായിട്ടും അതെ അല്ലേ. എന്താ വാമൊഴി പ്രയോഗം എന്ന് വെച്ചാൽ അർത്ഥം? ഭാഷ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ നിത്യജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഭാഷയും, ഒന്ന് അച്ചടിച്ച് പത്രങ്ങളിലും സാഹിത്യകൃതികളിലുമെല്ലാം അച്ചടിച്ച് കാണപ്പെടുന്ന അച്ചടി ഭാഷയും. അതിനെ നമ്മൾ വരമൊഴി എന്ന് പറയും. വാമൊഴിയും വരമൊഴിയും. ആദ്യം ഇത് നമ്മൾ വ്യക്തമാക്കുക കേട്ടോ. എന്താണ്? ഭാഷ 2 തരത്തിലുണ്ട്, വാമൊഴിയെന്നും വരമൊഴിയെന്നും. വാമൊഴി എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിനും അനുസരിച്ച് അവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഭാഷ. തൃശ്ശൂർക്കാരന് തൃശ്ശൂർ ഭാഷ, കൊച്ചിക്കാരന് കൊച്ചി ഭാഷ അല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾക്കനുസരിച്ച് ആ സ്ഥലത്ത് താമസിക്കുന്നവർ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സാധാരണ ഭാഷയാണ് വാമൊഴി ഭാഷ. വരമൊഴി ഭാഷ എന്നാൽ പത്രങ്ങളിലും പുസ്തകങ്ങളിലുമെല്ലാം അച്ചടിച്ചു കാണുന്ന ഭാഷയാണ്. തൃശ്ശൂർത്തെ പത്രം തൃശ്ശൂർ ഭാഷയിലായിരിക്കുമോ? അല്ല, അതിനെല്ലാത്തിനും കൂടി ഒരു ഭാഷയുള്ളൂ. അപ്പോൾ വരമൊഴി എന്നാൽ വളരെ ഒരേപോലെയുള്ള ഭാഷയായിരിക്കും കേരളം മൊത്തം അല്ലേ. വാമൊഴി അങ്ങനെയല്ല, കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഭാഷാഭേദങ്ങൾ. ഇവിടെ ഈ രണ്ടിടങ്ങഴിയിൽ
കഥാപാത്രങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് വരമൊഴിയിലാണോ വാമൊഴിയിലാണോ? വാമൊഴിയിലാണ്. സാധാരണ ഭാഷയിലാണ് സംസാരിക്കുന്നത് അല്ലേ? എടി കള്ളി, നീ അത് ഒളിച്ചു മച്ചിരുന്നോ? ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ നമ്മൾ ആ കുട്ടനാട്ടിലെ കർഷകരുടെ, താഴ്ന്ന ജാതിക്കാരുടെ, അവരുടെ സാധാരണ ഭാഷയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഭാഷയിൽ കഥാപാത്രങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് ആ നോവൽ ഇത്ര ഭംഗിയായിട്ടുള്ളത്. അല്ലാതെ കോരൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം പാവം അത്താഴ പട്ടിണിക്കാരനാണ്. അദ്ദേഹം ചിരുതയോട് വളരെ അച്ചടി ഭാഷയിൽ അല്ലയോ ഭാര്യയെ, നീ ഇത് വളരെയധികം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ആ കഥയുടെ ജീവൻ പോയി അല്ലെ? അപ്പൊ ആ കഥയ്ക്ക് ജീവൻ നൽകുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള വാമൊഴി സംഭാഷണങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്തത് തൊട്ടിലിൽ താരാട്ടുമ്പോൾ നീ പഠിച്ചൊരാ പാഠം വിട്ടുപോകില്ല നിന്നെ അന്ത്യകാലത്തോളം. ഉള്ളൂരിന്റെ കവിതയാണ്. കവിതയുടെ ഈ പ്രതീക്ഷയെ അമ്മ തൊട്ടിലെ മകന്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധിപ്പിക്കാൻ കവിതയിൽ എന്താ പറയുന്നത്? തൊട്ടിലാട്ടുന്ന കാലത്ത് ഉണ്ടായിരുന്ന പഠിച്ച പാഠം. തൊട്ടിലാട്ടുമ്പോൾ അമ്മ നമ്മളെ താരാട്ട് തൊട്ടിൽ പാടുമ്പോൾ നമ്മൾ എന്ത് പാടാ പഠിക്കുക? ഒരൊറ്റ പാടേ പഠിക്കുള്ളൂ, സ്നേഹം അല്ലെ? വേറൊരു പാഠവും അവിടെ ഇല്ല. അപ്പൊ തൊട്ടിലാട്ടുമ്പോൾ നീ പഠിച്ചൊരാ പാഠം എന്ന് വെച്ചാൽ തൊട്ടിലാട്ടുന്ന കാലത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് പഠിക്കുന്നത് ഒരേ ഒരു പാഠമാണ്. എന്താണ്? അമ്മയ്ക്ക് തന്നോട് നിഷ്കളങ്കമായ, ഒന്നിനും വേണ്ടിയല്ലാത്ത നിസ്വാർത്ഥമായ സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് തന്നെ ഇന്ന് ജീവിപ്പിക്കുന്നത് എന്ന വലിയ പാഠമാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് പഠിക്കുന്നത് അല്ലെ? ആ പാഠവുമായി അമ്മ തൊട്ടിലെ മകന്റെ പ്രവൃത്തി ബന്ധിപ്പിക്കാൻ. അമ്മ തൊട്ടിലെ മകൻ ആദ്യം അമ്മയെ കളയാൻ പല സ്ഥലത്തും പോയി അല്ലെ? പക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അമ്മ തനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ടാണ് അവസാനം മടങ്ങിപ്പോവാം, ഇനി ഭാര്യ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, അമ്മയെ കളയാൻ വയ്യ എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ തൊട്ടിലെ മകന്റെ പ്രവൃത്തി ആദ്യം ഈ പാഠം മറക്കുന്നതായിരുന്നു, തൊട്ടിലിൽ പഠിച്ച പാഠം. പക്ഷേ ഒരു കാലത്തും അദ്ദേഹം അത് പൂർണ്ണമായി മറക്കുന്നില്ല. കാരണം അമ്മയെ അദ്ദേഹം കളയുന്നില്ല. ഓരോ തവണയും അമ്മയുടെ ത്യാഗത്തിന്റെ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വരി ശരിയാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? അടുത്തത് മക്കളെ, ഞാനിത് പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതിയിരിക്കണം. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണില്ല. കാരണം നമ്മൾ മലയാളം ഫസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇല്ലേ? എന്താ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതാതെ ഒന്നു. പിന്നെ 9ാം ക്ലാസ്സിലും നിങ്ങൾ നമ്മുടെ ക്ലാസ് കേട്ടിട്ടുള്ളതാണല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഓർമ്മപ്പെടുത്തുന്നില്ല കേട്ടോ. കവിയുടെ പേരും കവിതേനെ പറ്റിയിട്ട് ഒരു 2 വരിയും എഴുതിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഭംഗിയായിട്ട് കൊടുത്തിട്ട് വേണം ഈ പോയിന്റ് പറയാൻ. കാരണം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 2 പാരഗ്രാഫ് വേണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷനും കവിതേനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതിയിരിക്കണം, മസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത്, നിന്റെ വീട്ടിലിരുന്നാൽ കൂമം മൂളുന്ന ഒച്ച കേൾക്കുമോ? ഏതോ വിഷാദ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഇല്ല അച്ഛമ്മ, ഒന്നും കേൾക്കില്ല, ടിവിയുടെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റൂ. അമ്മ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ ഇവിടെയുണ്ട്? കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിശോധിച്ച് സ്വന്തം നിരീക്ഷണം അവതരിപ്പിക്കുക. ഏതാണ് കഥ? അറിയാലോ അല്ലെ? ഓരോ വിളിയും കാത്ത്, UK കുമാരന്റെ ഓരോ വിളിയും കാത്ത് എന്ന കഥയിലാണ് ഉള്ളത്. ഈ കഥ എന്തിനെ കുറിച്ചുള്ളതാണ്? കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പവും ഒരു വീടാകണമെങ്കിൽ അതിൽ താമസിക്കുന്നവർ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹബന്ധങ്ങളെയും കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതിനുശേഷം അമ്മ കൊച്ചുമോനോട് ചോദിക്കുന്ന ചോദ്യം, അമ്മമ്മ ചോദിക്കുന്നത് അല്ലെ? അച്ഛന്റെ മരണശേഷം മകന്റെ കൂടെ പട്ടണത്തിലേക്ക് പോകാനിരുന്ന അമ്മ കൊച്ചുമകനോട് ചോദിക്കുകയാണ്, വീട്ടിലിരുന്നാൽ കൂമം മൂളുന്ന ശബ്ദം കേൾക്കുമെന്ന്. അപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്, ടിവിയുടെ ഒച്ച മാത്രമേ കേൾക്കുമെന്ന്. ഈ ചോദ്യത്തിൽ നിന്ന് അമ്മ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനത്തെ ജീവിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അമ്മ ആഗ്രഹിക്കുന്നത് ഗ്രാമീണ ജീവിതമാണ്. നഗരത്തിന്റെ തിക്കും തിരക്കും അവിടുത്തെ ടെക്നോളജികളൊന്നും അമ്മ ആഗ്രഹിക്കുന്നില്ല. കാരണം അമ്മ പിന്നീട് പറയുന്നുണ്ട്, കൂമൻ മൂളുന്ന ഒച്ചയില്ല, നിലാവില്ല, നല്ല വെള്ളമില്ല, പിന്നെ എന്താ അവിടെ ഉള്ളതെന്ന്. നിലാവും നല്ല വെള്ളവും പക്ഷികളുടെ ഒച്ചയും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്ന ഒന്നായി മാറുള്ളൂ അല്ലെ? അല്ലാതെ നഗരത്തിലെ മുറികളിൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരുന്നാൽ നമ്മൾ ജീവിക്കുകയല്ല ചെയ്യുന്നത്, ജീവിതത്തെ ഉന്തിത്തള്ളി വിടുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ നമ്മളുടെ ദിനങ്ങളിലൂടെ, നമുക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈശ്വരൻ വിധിക്കുന്ന ഓരോ നിമിഷങ്ങളിലൂടെയും നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് കടന്നു പോയാൽ അത് ജീവിതമാവില്ല. ജീവിതമാവണമെങ്കിൽ അവിടെ ചുറ്റുമുള്ള നിലാവ് വേണം, കിളികളുടെ ശബ്ദം വേണം, നല്ല വായു വേണം, നല്ല വെള്ളം വേണം. ഈ പ്രകൃതി എല്ലാം കൂടി ഉള്ളപ്പോഴേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ, നമ്മുടെ ജീവിതം ഒരു ജീവിതമാകുന്നുള്ളൂ എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത്,
വീടിന് വീടാകുന്നത് അതിലെ സ്നേഹബന്ധങ്ങളുടെ കെട്ടുറപ്പാണ്. ഈ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഓരോ വിളിയും കാത്ത് എന്ന കഥയുടെ വായനാനുഭവം കഥാകൃത്തിനെ അറിയിക്കുന്നതിനുള്ള കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കാൻ അറിയാലോ. ആദ്യം എന്താ എഴുതേണ്ടത്? സ്ഥലം, തീയതി. ഈ സൈഡിൽ ഇതാണ് നിങ്ങളുടെ പേപ്പർ എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ സ്ഥലം, തീയതി. ഇവിടെ എന്തെഴുതണം? പ്രിയപ്പെട്ടാന്ന് എഴുതണ്ട, ബഹുമാനപ്പെട്ടാന്ന് എഴുതണം. കാരണം നമ്മളുടെ കഥാകൃത്തിനാണ് കത്ത് എഴുതുന്നത് അല്ലെ, ബഹുമാനപ്പെട്ട സർ. അതേസമയം ഇതൊരു ഒഫീഷ്യൽ ലെറ്ററും അല്ല, ശ്രദ്ധിക്കുക കേട്ടോ. ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ ഫോർമാറ്റ് വേറെയാണ്. ഇതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്. അതേസമയം നമ്മളിവിടെ ബഹുമാനപ്പെട്ടെന്ന് എഴുതാണ് നല്ലത്. കഥ ഇനിയിപ്പോൾ പ്രിയപ്പെട്ടെന്ന് എഴുതിയോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരനാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളൂ. എന്നിട്ട് ഒരു 3 പാരഗ്രാഫ് എഴുതണം. 3 പാരഗ്രാഫിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ആദ്യം വായനാനുഭവമാണ് എഴുതേണ്ടത് അല്ലേ. വീടിനെ വീടാക്കി മാറ്റുന്നത് സ്നേഹത്തിന്റെ കെട്ടുറപ്പാണ് എന്നുള്ള സാധനം പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറയണം? ഈ കഥ വായിച്ചു എന്ന് പറയണം. കഥ വായിച്ചതിന് ശേഷം നമ്മുടെ അഭിപ്രായം എഴുതണം അല്ലേ. കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി പോകുന്ന ഒന്നിനെ കുറിച്ചാണ് ഈ കഥയിൽ നിങ്ങൾ പറയുന്നത്. എന്താണ് ഇല്ലാതായി പോകുന്നത്? സ്നേഹബന്ധങ്ങൾ അല്ലേ. പണത്തിന് പുറകെ, പ്രശസ്തിക്ക് പുറകെ ഓടിക്കൊണ്ട് മക്കളെ ഡോക്ടേഴ്സും എഞ്ചിനീയറും ആക്കാനുള്ള ഒരു ത്വരയിൽ അഭിരമിച്ചിരിക്കുന്ന മാതാപിതാക്കളാണുള്ളത് അല്ലേ. അവർ കുട്ടികളുടെ മുകളിൽ പഠനഭാരം ചുമത്തുകയും ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആ കാലത്ത് ഇദ്ദേഹത്തിന്റെ ഈ കഥ ഒരു വീടാകണമെങ്കിൽ അത് വലിയ മണിമാളികയോ എയർ കണ്ടീഷൻ ചെയ്തതോ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതോ ആകുമ്പോഴല്ല ഒരു വീടാകുന്നത്. പിന്നെ എപ്പോഴാണ്? അതൊരു കുടിലായാലും മതി. അതിൽ തമ്മിലുള്ള ആളുകൾ തമ്മിൽ സ്നേഹത്തിന്റെ കെട്ടുറപ്പുള്ളപ്പോൾ, അവർ തമ്മിൽ ഒരാശയവിനിമയമുള്ളപ്പോൾ അല്ലെ. ഒരാളുണ്ടെങ്കിൽ, വീട്ടിലത്തെ ഒരംഗമുണ്ടെങ്കിൽ എനിക്കിനി ലോകത്തൊന്നും പേടിക്കാനില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ്, വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമ്പോഴാണ് ആ ഇടം നമ്മുടെ വീടാകുന്നത്. അല്ലെങ്കിൽ അത് വെറും ഒരു ജയിൽ മുറിയാണ് അല്ലെ. എത്ര ശീതീകരിച്ച വീടാണെങ്കിലും വീട്ടിലെ ആളുകൾ തമ്മിൽ ഒരു മനസ്സുകൊണ്ടൊരു ഊഷ്മള ബന്ധമില്ലെങ്കിൽ പിന്നെ അത് ജയിലാണ്. അങ്ങനത്തെ ജയിലുകളാണ് ഇന്ന് കേരളത്തിലെ വീടുകളെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് നമ്മുടെ പത്രവാർത്തകൾ ഉണ്ടായിരിക്കുന്നത്. അത്രയധികം സ്പർദ്ധയും കൊലപാതകങ്ങളും പരസ്പരമുള്ള വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ വീടുകൾക്കിടയിൽ. അപ്പോൾ ഇങ്ങനെയെല്ലാം എഴുതിയിട്ട് നിങ്ങൾ ഈ കഥേനെ കുറിച്ച് എഴുതുക. അച്ഛൻ മരിച്ചു പോയപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായ വിഷമവും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ട് അച്ഛനില്ലാത്ത ആ വീടായിട്ട് അമ്മയ്ക്ക് തോന്നിയില്ല എന്നത് എഴുതിയിട്ട് ആൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്ന് സ്നേഹപൂർവ്വം എന്നൊക്കെ എഴുതിയിട്ട് അവസാനിപ്പിക്കുക. പേരും എഴുതിക്കോളുക താഴെ. ഓക്കെ. അടുത്തത്, മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ. അമ്മയുടെ ദൈന്യം വായനക്കാരന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാങ്മയ ചിത്രമാണ് ഇവിടെ. മങ്ങിപ്പഴകിയ പിഞ്ഞാണവും അമ്മയുടെ കണ്ണുകളും തമ്മിലുള്ള സാദൃശ്യ കൽപ്പന എന്നാണ്. പിഞ്ഞാണം എന്ന് വെച്ചാൽ അല്ലെ, ഉടയുന്ന പാത്രം. നമ്മുടെ വിരുന്നുകാരെല്ലാം വരുമ്പോൾ വിരുന്നുമേശയിൽ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്ന വെള്ള നിറത്തിലുള്ള, മിക്കതും വെള്ള നിറത്തിലായിരിക്കും, വെള്ള നിറത്തിലുള്ള ഉടയുന്ന പാത്രങ്ങളെയാണ് നമ്മൾ പിഞ്ഞാണം എന്ന് പറയുക. കുറെ തവണ വിരുന്നുമേശയിൽ ആഹാരം വിളമ്പിക്കഴിഞ്ഞാൽ ഈ വെള്ള പിഞ്ഞാണങ്ങളുടെ നിറം മങ്ങും. നിറം മങ്ങിയിട്ട് അത് ഇളം മഞ്ഞ നിറമാകും. എത്ര തേച്ചാലും പിന്നീട് അത് വെളുക്കില്ല. കാലം അത് അങ്ങനെയാണ് അല്ലെ. കാലം കഴിയും തോറും ആ വെള്ള നിറം മങ്ങിക്കൊണ്ടേയിരിക്കും പിഞ്ഞാണത്തിന്റെ വെള്ള നിറം മങ്ങി അതിനൊരു മഞ്ഞ നിറമായാൽ പിന്നീട് നമ്മൾ ഉടഞ്ഞാലും ഇല്ലെങ്കിലും ആ പിഞ്ഞാണം ഉപയോഗിക്കില്ല, അത് കളയും. കാരണം വെള്ള നിറം മങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ ഭംഗിയില്ല, അതുകൊണ്ടുള്ള ഒരു ഉപയോഗം പോയി. അത് പിന്നെ വിരുന്ന് മേശകളിൽ നമ്മുടെ ഗമ കാട്ടാനായിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളത് കളയും. അതുപോലെ അമ്മയുടെ കണ്ണുകൾ മഞ്ഞ നിറമായി എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ കണ്ണിന്റെ വെള്ള അല്ലെ, പ്രായമാകും തോറും അത് മഞ്ഞ നിറമായി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മൂമ്മമാരുടെയൊക്കെ കണ്ണ് നോക്കൂ, കണ്ണിന്റെ ഉള്ളിലത്തെ ആ വെള്ളക്കരി ഉണ്ടല്ലോ, കറുത്ത കൃഷ്ണമണിയുടെ ചുറ്റുമുള്ളത്, അത് മഞ്ഞ നിറമായി മാറും. അമ്മയുടെ കണ്ണ് മഞ്ഞ നിറമായി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് വയസ്സായി എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. വയസ്സായ അമ്മയെ കളയാൻ പോവുകയാണ് എന്ന് കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം അമ്മ എത്ര സേവനം ചെയ്തു തന്നാലും ശരി, വയസ്സായി കഴിഞ്ഞു, പഴകിക്കഴിഞ്ഞു, ഇനി കൊള്ളില്ല. ഇനി ഒരു പിഞ്ഞാണം കളയുന്ന ലാഘവത്തോടെ അമ്മയെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നൊരു സൂചന ഇവിടെ ഇട്ട്. അപ്പോൾ അമ്മയുടെ കണ്ണുകളും പിഞ്ഞാണവും തമ്മിൽ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്, സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. അടുത്തത്,
കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ആകാശത്തിനു താഴെ തന്റെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ചു. മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്നു. ആസന്നമായ വേർപാടിന്റെ ബോധത്തെയും വേദനത്തെയും ഉൾക്കടമാക്കി തീർത്തു. കൊച്ചു ചക്കരച്ചി അല്ലെ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് കൊച്ചു ചക്കരച്ചി. കുറിപ്പ് തയ്യാറാക്കുക. തീർച്ചയായിട്ടുമാണ്. കൊച്ചു ചക്കരച്ചി എന്ന മാവിനെ കുറിച്ചുള്ള ഈ ലേഖനത്തിൽ അതൊരു മാവിനെ കുറിച്ചാണെന്നല്ല, ഒരു മുത്തശ്ശിയെ കുറിച്ച് പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുക അല്ലേ. കാരണം ആ ഒരു മാവ് തലമുറകളായിട്ട് അവരുടെ വീടിന്റെ മുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. എത്രയോ തലമുറകൾ അതിന്റെ ചുവട്ടിലിരുന്ന് കളിച്ച് കഴിച്ചു കൂട്ടി അല്ലേ. ഇനി അതിന്റെ മാങ്ങ വിൽക്കാൻ ഒരിക്കലും ഒരു ശ്രമം നടത്തിയപ്പോൾ ചോണനുറുമ്പുകളെല്ലാം കൂടി മാവിൽ കയറാൻ തുടങ്ങിയവരെ കടിച്ച് താഴെയിട്ടു എന്ന് പറയുന്നുണ്ട്. എൻ്റെ മാങ്ങ വിൽക്കാനുള്ളതല്ല, എൻ്റെ മാങ്ങ ഈ തറവാട്ടിലെ ഓരോ അംഗങ്ങൾക്കും ആസ്വദിക്കാനുള്ളതാണ് എന്നൊരു മനസ്സാണ് അവിടെ കൊച്ചു ചക്കരച്ചിയിൽ കാണുന്നത്. ഒരു സ്നേഹമയിയായ മുത്തശ്ശിയായിട്ടേ നമുക്ക് കൊച്ചു ചക്കരച്ചിയെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി കൊച്ചു ചക്കരച്ചിയെ വെട്ടണം. കൊച്ചു ചക്കരച്ചിയുടെ തടി കുറച്ച് കേടായി തുടങ്ങി, കാറ്റത്ത് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴും, അതുകൊണ്ട് വെട്ടാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അമ്മ പറഞ്ഞത് എന്താ, കൊച്ചു ചക്കരച്ചി നേരുള്ള മാവ, അവള് വീഴില്ല, അവള് ചതിക്കില്ല, വീണാലും ആപത്ത് വരുത്തില്ല. ഇതൊരു മരത്തിനോട് ഒരമ്മയ്ക്കുള്ള വിശ്വാസമാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരെക്കാൾ അമ്മ ആ മാവിനെ വിശ്വസിച്ചിരുന്നു. ശരിക്കും പ്രകൃതിയിലേക്ക് കണ്ണും കാതും തുറന്നു വെക്കുന്ന ഒരു മനുഷ്യന് മറ്റു മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ കഴിയുക പ്രകൃതിയെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു വിശ്വാസം ഇവിടെയുണ്ട് കൊച്ചു ചക്കരച്ചിയോട് അമ്മയ്ക്ക് അല്ലേ. അതിനുശേഷം അനേകം കാറ്റും മഴയും വന്നു അല്ലേ. കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ ആകാശത്തിന് കീഴിൽ മറ്റൊരാകാശം സൃഷ്ടിക്കുമത്രേ മിന്നാമിനുങ്ങികളെ കൊണ്ട് കൊച്ചു ചക്കരച്ചി. എന്നിട്ട് അതങ്ങനെ വിലസി നിൽക്കുകയാണ്. ഈ സമയത്ത് അമ്മ ഉമ്മറത്ത് വന്നിരിക്കുമായിരുന്നു. കൊച്ചു ചക്കരച്ചി കാറ്റിലെങ്ങാൻ നിലംപതിച്ചിട്ട് വീട് തകർന്നു പോയാലോ, അമ്മയ്ക്ക് ആ ഭയം ഉണ്ടായിരുന്നില്ല. കാരണം കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു എന്ന്. പിന്നീട് ഒരു കർക്കിടക മാസത്തിലെ മഴയെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് പിന്നീട് ഒരു ചെറിയ കാറ്റ്, പഴുത്ത ഇലകൾ കൊഴിയാൻ മാത്രമുള്ള ഒരു കുഞ്ഞിക്കാറ്റ് വന്നപ്പോൾ കൊച്ചു ചക്കരച്ചി വീണുപോയി. പക്ഷെ വീണപ്പോൾ മതിലിന്റെ ഒരറ്റവും മറ്റൊരു തൈമാവിന്റെ 3-4 കൊമ്പുകളും മാത്രമേ ഒടിഞ്ഞുള്ളൂ എന്ന്. അത്രയ്ക്കും നിരുപദ്രവകരമായിട്ട്, അത്രയ്ക്കും പാവം പിടിച്ച ഒരു വീഴ്ച ഒരു വിദഗ്ധനായ മരം മുറിപ്പുകാരനെ കൊണ്ടുവന്നാൽ പോലും, മരം മുറിക്കുന്ന ആളെ കൊണ്ടുവന്നാൽ പോലും അയാൾക്ക് പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് തന്ത്രപൂർവമാണ് കൊച്ചു ചക്കരച്ചി തൻ്റെ തറവാട്ടിലെ ആളുകളെ ഉപദ്രവിക്കാത്ത വിധത്തിൽ വീണത്. നമുക്കറിയാം, മരം മുറിക്കുന്ന ആളുകള് ചുറ്റുപാടും ഒന്നും കേടുവരുത്താതെ വളരെ വിദഗ്ധമായിട്ട് മരത്തെ മുറിച്ചിടും. പക്ഷെ ഏത് വിദഗ്ധനായ മരം വെട്ടി വന്നാലും ഇത്രയ്ക്ക് നന്നായിട്ട് വീഴ്ത്താൻ പറ്റുമായിരുന്നില്ല മാവിനേന്ന്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ, മനുഷ്യനും മരവും തമ്മിലുള്ള ബന്ധം അല്ലെ. ഇനി കൊച്ചു ചക്കരച്ചി വീണ് കഴിഞ്ഞപ്പോൾ അവിടെ മുളച്ചു പൊങ്ങിയൊരു മാവും തൈനെ ചക്കരച്ചിയുടെ മോള് എന്ന് പറഞ്ഞിട്ട് അമ്മ പൊന്നാരിച്ച് വളർത്താൻ തുടങ്ങിയതും കൂടി പറയുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും അതാണ്. ഓക്കെ, അടുത്തത് 6 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. നമ്മള് ഇവിടെ അമ്മയെ തിരിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക, എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടി കരിന്തിരിയാളും വരെ അവർ. അമ്മത്തൊട്ടിൽ, ഓരോ വിളിയും കാത്ത അമ്മത്തൊട്ടിൽ, രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. 2 രചനയിലെയും മക്കൾക്ക് അമ്മയോടുള്ള സമീപനം ഒന്നാണോ? താരതമ്യം ചെയ്തിട്ട് വാർദ്ധക്യത്തോട് പുതുതലമുറയുടെ ഇന്നത്തെ മനോഭാവത്തെ കുറിച്ച് ലഘുപ്രഭാഷണമാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, പ്രഭാഷണം എന്ന് വെച്ചാൽ എന്താ? പ്രസംഗം എന്നാണ് അർത്ഥം. അപ്പൊ അത് പ്രസംഗമായിട്ട് വേണം എഴുതാൻ. നമ്മൾ എങ്ങനെയാ അപ്പൊ പ്രിയമുള്ളവരെ അല്ലെങ്കിൽ മാന്യരെ എന്നൊക്കെ ഒന്ന് സംബോധന ചെയ്യുക. നിങ്ങളൊരു സദസ്സിനെ സംബോധന ചെയ്തിട്ടാണ് പറയുക. അപ്പൊ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു പ്രസംഗം തുടങ്ങുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്ന് പറയണം, ഇന്ന് നമ്മളിവിടെ അല്ലെ, ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്നത്തെ തലമുറയ്ക്ക് വാർദ്ധക്യത്തോടുള്ള സമീപനത്തെ കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ട് വേണേ പ്രസംഗം തുടങ്ങാൻ. അപ്പൊ പ്രഭാഷണം തയ്യാറാക്കാന്ന് പറയുമ്പോൾ എപ്പോഴും പ്രിയമുള്ളവരെ എന്ന് ആദ്യം വിളിക്കണം. ആദ്യത്തെ സെന്റൻസ് എന്താവണം? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന വിഷയത്തെ കുറിച്ചാണ് എന്ന് പറയണം. എന്നിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് വാർദ്ധക്യത്തോടുള്ള സമീപനം എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക്?
വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളോട് ഇന്നത്തെ തലമുറയ്ക്കുള്ള സമീപനത്തിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് നമുക്ക് ഓഡിയൻസിനോടൊന്ന് ചോദിക്കാം. കാരണം പ്രഭാഷണം എപ്പോഴും ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നടത്തേണ്ടത്. ഉപന്യാസത്തിൽ നിങ്ങൾ എപ്പോഴും തൃപ്തികരമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതുമ്പോൾ പ്രഭാഷണത്തിൽ നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ട് വെക്കണം. നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ ഒട്ടും തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തയല്ല എന്ന് പറയാം. കാരണം എന്താ? കാരണം ഇന്ന് പത്രങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുന്ന വാർത്തകൾ വായിച്ചാൽ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത മാതാപിതാക്കളെ, വാർദ്ധക്യം കൊണ്ട് കണ്ണ് കാണാതെ ആയവരാണ് കേട്ടോ, അവരെ പലപ്പോഴും കാറിലും മറ്റും സ്വന്തം വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ട് തീർത്ഥാടക സ്ഥലങ്ങളിൽ, അതായത് അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ഒക്കെ പരിസരങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ ധാരാളം സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും വായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ വയസ്സായ മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി തുടങ്ങുകയാണ് എന്ന് വേണ്ടേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? ഇങ്ങനെ വേണം ചോദിക്കാൻ. കാരണം നമ്മൾ മുമ്പിലിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തോടാണ് സംസാരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെയാണ് നിങ്ങളും കരുതുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയൊക്കെ പറയണം പ്രഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. എന്നിട്ട് അടുത്തതില് ഏതിനെ പറ്റി പറയണം? ഓരോ വിളിയും കാത്ത് എന്ന UK കുമാരന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ആ കഥയെക്കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കഥയിൽ ഒരച്ഛൻ മരിക്കുകയാണ്. അപ്പം മകൻ വന്ന് അമ്മയോട് ചോദിക്കുകയാണ്, എന്തെന്ന്, അമ്മയെ ഈ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക എന്ന് ചോദിച്ചിട്ട് മകൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് അമ്മയെ വിളിക്കുന്നുണ്ട്. ഇവിടെ കരുതലുള്ള ഒരു മകനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? ഇത്തരം മക്കൾ ഇപ്പോൾ അപൂർവമല്ലേ, അല്ലെങ്കിൽ അപൂർവമാണോ എന്ന് അവരോട് ചോദിക്കുക. അടുത്തതായിട്ട് അമ്മത്തൊട്ടിലിനെ കുറിച്ച് പറയാം. അമ്മത്തൊട്ടിൽ നിന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുക കേൾക്കാതിരിക്കുന്നവർക്ക്. അങ്ങനെ ഒരു മകനുണ്ടായിരുന്നു. മകൻ അമ്മയെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നോക്കുക. അത്തരത്തിലുള്ള മക്കളെയാണല്ലോ നമുക്ക് ഇന്ന് അധികവും കാണാൻ സാധിക്കുക. ഇത്രയധികം മനസാക്ഷി മരവിച്ചു പോയോ നമ്മുടെ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് ഇതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ നടപടികളാണ് നമ്മൾ ഇതിനെടുക്കുക എന്ന് ചർച്ച ചെയ്യുക അവരായിട്ട്. അതായത് മക്കളെ, മാതാപിതാക്കളെ ക്രൂരമായി ഉപേക്ഷിച്ചതായി കണ്ടാൽ അത്തരം മക്കൾക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ടോ, നിയമ നടപടികൾ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയുക, നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഇത് തടയാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചർച്ച ചെയ്യുക. ഓക്കെ, അതൊക്കെ ചെയ്തിട്ട് അവസാനം മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചും മാതാപിതാക്കളുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഭാഷണം അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തത്. രാത്രിയിൽ നടന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തിനാ ഇത്? നാഴി അരിയല്ലേ ഓമച്ചുള്ളൂ, നീ കുടി. അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. മുകളിൽ കൊടുത്ത സൂചനകളും ഉചിതമായ കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് കോരൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ആദ്യം പറയേണ്ടത് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ അതിശക്തനും ധീരനുമൊക്കെ ആയ ഒരു കഥാപാത്രമാണ് ആര്? കോരൻ. ഇദ്ദേഹം എന്തിന്റെ പ്രതിനിധിയാണ്? ഇൻട്രൊഡക്ഷൻ എഴുതണം കേട്ടോ. എന്തിന്റെ പ്രതിനിധിയാണ്? കുട്ടനാട്ടിൽ എല്ലുമുറിയെ പണിയെടുത്ത് അല്ലെ, എല്ല് വെള്ളമാക്കി പണിയെടുത്ത് പട്ടിണി കിടക്കേണ്ടി വന്ന അനേകം കർഷകരുടെ പ്രതിനിധിയാണ് കോരൻ. ഇൻട്രൊഡക്ഷൻ കിട്ടിയല്ലോ. എന്താ എഴുതേണ്ടത്? കുട്ടനാട്ടിൽ ഒരു കാലത്ത് ചോര നീരാക്കി പണിയെടുത്ത് നെല്ല് വിളയിച്ച് അല്ലെ, അല്ലെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിച്ച അനേകം കർഷകർ, എന്നിട്ടും പട്ടിണി കിടക്കേണ്ടി വന്ന അനേകം കർഷകരുണ്ടായിരുന്നു നമുക്ക്. അവരിൽ ഒരാളുടെ പ്രതിനിധിയാണ് കോരൻ. ഇനി കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? കോരൻ കഠിനമായ അധ്വാനത്തിന് ശേഷം പണി കയറി വരികയാണ് അല്ലെ. പണി കയറി വരുമ്പോൾ അന്നും അദ്ദേഹത്തിന് കൂലി കിട്ടിയത് കുറച്ച് ചക്രങ്ങളാണ്. അന്നത്തെ പൈസയാണ് ചക്രം എന്ന് പറയാം അല്ലെ. അത് വളരെ കുറവ് കൂലിയായിരുന്നു. അദ്ദേഹത്തിന് ആ കൂലി കൊണ്ട് മേടിക്കാൻ കഴിയുന്നതോ വളരെ കുറച്ച് നെല്ലോ അരിയോ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തനിക്കും തൻ്റെ ഭാര്യയ്ക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് പോരാ. തനിക്ക് കൂലിയായിട്ട് കുറച്ച് നെല്ല് കിട്ടിയാൽ ആ നെല്ല് താൻ തന്നെ കുത്തി അരിയാക്കി കഞ്ഞി വെച്ച് കുടിച്ചോളാം എന്നൊരു മോഹം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. അത് അദ്ദേഹം മുതലാളിയോട് പറയുന്നുമുണ്ട്. പക്ഷെ മുതലാളി പറഞ്ഞു തരില്ല, നെല്ല് കൂലി തരില്ല എന്ന്. അങ്ങനെ വളരെ വിഷമിച്ച മനസ്സോടുകൂടി പോകുമ്പോഴാണ് രാത്രിയിൽ മുതലാളി ഈ നെല്ല് മറിച്ച് വിൽക്കുന്നത് കണ്ടത്. നെല്ല് വലിയ വിലയ്ക്ക് വാങ്ങിയിട്ട് വള്ളങ്ങളിൽ കയറ്റി അയക്കുകയാണ് മുതലാളി അല്ലേ. വലിയ വഞ്ചികളിൽ കയറ്റി നെല്ല് കടത്തുകയാണ്. ഇത് രഹസ്യമായിട്ട്, കരിഞ്ചന്ത എന്ന് പറയും അല്ലെ, രഹസ്യമായിട്ട് നടക്കുന്ന, കൊള്ള വിലയ്ക്ക് നടക്കുന്ന വ്യാപാരമാണ് നെല്ലിൻ്റെ.
ഇത് പരസ്യപ്പെടുത്തിയാലോ, അല്ലെ, ഇങ്ങനെ ഒരു വ്യാപാരം നടക്കുന്നുണ്ട് എന്ന് പരസ്യപ്പെടുത്തിയാലോ എന്നാണ് കോരൻ ആദ്യം ആലോചിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. കാരണം മുതലാളിമാർ എന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളാണ്, അല്ലെ, അവരോടാണ് മുട്ടാൻ പോകുന്നത്. അത്രയും വലിയ മുതലാളിക്കെതിരെ, മുതലാളി ചെയ്യുന്ന അന്യായത്തിനെതിരെ താനൊന്ന് പ്രതികരിച്ചാലോ എന്നാണ് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. ഇനി നാഴി അരിയല്ലേ മച്ചുള്ളൂ, നീ കുടി. അതേതാണ് സന്ദർഭം? തനിക്ക് കിട്ടിയ കൂലി കൊണ്ട് വളരെ കുറച്ച് നാഴി അരിയെ മേടിക്കാൻ പറ്റുള്ളൂ. അത് കൊണ്ട് ചെന്നിട്ട് അത് വെച്ച് ഭാര്യയും ഭർത്താവും കൂടി പങ്കിട്ട് കഴിക്കുകയാണ്. പങ്കിട്ട് കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഭാര്യ കുറച്ചെടുത്ത് പിറ്റേ ദിവസം കോരന് കുടിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ച കോരൻ പറയാണ്, ആകെ നാഴി അരിയെ വെച്ചുള്ളൂ, എനിക്ക് നാളെ കുടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ അത് മുഴുവൻ കുടിക്കുമെന്ന്. സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ആ പട്ടിണിക്കിടയിലും അവർക്ക് ഇടയിലുണ്ടാവുന്ന സ്നേഹം, അതായത് അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾക്ക് എല്ലാം ഉള്ളപ്പോൾ, നമുക്ക് വേണ്ടത്ര ഭക്ഷണവും വസ്ത്രവും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ എന്നാലും എളുപ്പമല്ല, എന്നാലും തല്ലുകൂടും, അല്ലേ? അത് പോട്ടെ, എന്നാലും താരതമ്യേന എളുപ്പമാണ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം മറ്റൊരാളെ സ്നേഹിക്കാൻ. നേരെ മറിച്ച് ഭക്ഷണം ആവശ്യത്തിനില്ലാത്തപ്പോൾ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുത്ത് അയാളോട് അത് കഴിച്ചോ എന്ന് പറയാനായിട്ട് നിസ്സാര സ്നേഹമല്ല മക്കളെ വേണ്ടത്, കേട്ടോ. അത് ത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. പിറ്റേന്ന് രാവിലെ കോരന് പണിക്ക് പോകാനുള്ളതാണ്, ഒന്നും കഴിക്കാതെ വേണ്ടി വരും പോവാൻ, ഈ കഞ്ഞി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ അങ്ങനെ കഴിക്കാതെ പോവാൻ അവൻ തയ്യാറാണ്, ഭാര്യയുടെ വയറ് നിറയണമെന്നാണ് ആഗ്രഹം. ആ സ്നേഹത്തിന് മഹത്വം കൂടും, കാരണം ആ സ്നേഹം ത്യാഗത്തിൽ ഊന്നി നിന്നിട്ടുള്ള സ്നേഹമാണ്. അടുത്തത് അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. എന്താ ഇത്ര അപരാധബോധം വരാൻ കാരണം? അച്ഛൻ ഒരിക്കൽ കോരൻ പണി കയറി വരുമ്പോൾ സ്വന്തം പിതാവ് അച്ഛൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുകയാണ്. അച്ഛൻ്റെ ദേഹം മുഴുവൻ ചീർത്തിരിക്കുന്നു. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറയുകയാണ്, എന്താണ്, നീര് വെച്ചിട്ടുള്ള ചീർമതയാണ്, തടിച്ചു കൊഴുത്തിരിക്കുന്നതല്ല. അരിയിട്ട വെള്ളം കുടിച്ചിട്ട് എത്ര നാളായി മകനെ, കപ്പ മാത്രമാണ് തിന്നുന്നത്, അല്ലേ? കപ്പ മാത്രം കഴിച്ച് കഴിച്ച് എൻ്റെ ദേഹം മുഴുവനും നീര് വെച്ചു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കോരന് ഭയങ്കര വിഷമമായി. കാരണം ഭാര്യയെയും കൊണ്ട് മാറി താമസിച്ചത് ശരിയായില്ല, ഞാൻ അച്ഛനെ നോക്കണമായിരുന്നു എന്നൊരു തോന്നല് കോരന്റെ മനസ്സിലുണ്ടായി. ആയ കാലത്ത് 8 വയസ്സ് തൊട്ട് പാടത്ത് പണിക്കിറങ്ങി തുടങ്ങിയ അച്ഛനാണ്. 10,000 പറ നെല്ല് വിളയിച്ച അച്ഛനാണ് ഇപ്പൊ വയസ്സാം കാലത്ത് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. എൻ്റെ അച്ഛന് ഞാൻ ഈ ഗതി വരുത്തരുതായിരുന്നു എന്നുള്ള സൂചന, വിഷമം കോരന്റെ മനസ്സിൽ വരുന്നുണ്ട്. ആകെ മൊത്തം നന്മ നിറഞ്ഞൊരു കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലേ? ഓക്കെ, അടുത്തത് ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ രചനകൾ മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണല്ലോ നൽകുന്നത്. രചനകൾ വിശകലനം ചെയ്ത് മനുഷ്യബന്ധങ്ങൾ സാഹിത്യകൃതികളിൽ എന്ന വിഷയത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അതായത് മക്കളെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പാഠങ്ങൾ എല്ലാം അത് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാഠത്തെക്കുറിച്ചല്ല, 3 പാഠത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മുടെ രണ്ടിടങ്ങഴിയും പിന്നെ അതിന് മുമ്പുള്ളത് ഏതാ, ഓരോ വിളി കാതോർത്ത്, പിന്നെ അമ്മത്തൊട്ടിൽ, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണല്ലോ എല്ലാത്തിലും പറയുന്നത്. എല്ലാത്തിൻ്റെയും സംഗ്രഹം ഒന്ന് എഴുതി വെക്കുക. എല്ലാത്തിലും മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, എല്ലാം കൂട്ടിച്ചേർത്ത് എഴുതി വെച്ചാൽ ലഘു ഉപന്യാസാവും. ഓക്കെ, അടുത്തത് കരിന്തിരി എന്ന പാഠത്തിന്റെ ശരിയായ രൂപം ഏത്? എന്താ? കരിഞ്ഞ തിരി കേട്ടോ, കരിഞ്ഞ തിരിയാണ് കരിന്തിരി. എടി കള്ളി, നീ അത് ഒളിച്ചു വച്ചിരുന്നോ? ഈ സംഭാഷണം കോരൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നൽകുന്ന ഒരു സൂചന എഴുതുക. എന്ത് സൂചന എഴുതുന്നത്? എന്ത് സൂചനയാ കിട്ടുന്നത്? സ്നേഹധനനായ ഭർത്താവാണ്, അല്ലേ? ഭാര്യ തനിക്ക് കുടിക്കാൻ വേണ്ടി, ഭാര്യ കുടിക്കാതെ കുറച്ച് ഭാഗം കഞ്ഞി തനിക്ക് നാളെ കുടിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ചിരുന്നു എന്ന് കാണുമ്പോൾ ഭാര്യയുടെ സ്നേഹത്തെക്കുറിച്ച്, ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അതേസമയം ഭാര്യ പട്ടിണിയെടുക്കാൻ പാടില്ല, അല്ലേ? ഭാര്യയോടുള്ള സ്നേഹമുണ്ട്, സ്നേഹവും സന്തോഷവും ഉണ്ട്. സ്നേഹവാനായ ഭർത്താവാണ്. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. നിർദ്ദയം എന്ന പദത്തിന്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. അത് നൽകുന്ന സൂചന എന്താണെന്ന്, നൽകുന്ന സൂചന എന്താന്ന് വെച്ചാലേ, അമ്മയെ കളയാൻ കൊണ്ടുപോയ മകനാണ്, അല്ലേ? ആ മകനിൽ കണ്ടമാനം കുറ്റബോധമുണ്ട്. എന്നിട്ട് അമ്മയെ കളയാൻ പറ്റില്ല, തിരിച്ചു പോയേക്കാം എന്ന് കരുതി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മ മരിച്ചതായിട്ട് മനസ്സിലാവുക. പക്ഷെ മരിച്ച അമ്മ കണ്ണടച്ചിട്ടില്ല, അമ്മ കണ്ണ് തുറന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. ഒരു മൃതദേഹത്തിന്റെ കണ്ണ് തുറന്നിരുന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ട്,
അല്ലെ? ജീവിച്ചിരിക്കുമ്പോൾ അയാളോട് ചെയ്യാൻ കഴിയാതെ പോയ നീതി ഉണ്ടല്ലോ, അയാൾക്ക് നമ്മൾ കൊടുക്കാതെ പോയ സ്നേഹം, ആ സ്നേഹം നമ്മളെ ഓർമ്മപ്പെടുത്തും മൃതദേഹത്തിന്റെ തുറന്നിരിക്കുന്ന കണ്ണുകൾ. അതുകൊണ്ടാണ് ഇവിടെ നിർദ്ദയം എന്ന് പറയുന്നത്. അമ്മ എന്താ എന്നോട് ദയ കാട്ടാത്തത്? കാരണം അമ്മയുടെ മൃതദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് കാണിച്ച ഒരു വലിയ നീതികേട് അമ്മ എന്നെ ഓർമ്മിപ്പിക്കുന്നതായി എനിക്ക് തോന്നും. അതാണ് ആ നിർദ്ദയം എന്ന പദം സൂചിപ്പിക്കുന്നത് കേട്ടോ. അടുത്തത്, ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയി. കഥാപാത്രത്തെ മുൻനിർത്തി അടിവരയിട്ട പ്രയോഗത്തിന്റെ പൊരുൾ. അടിവരയിട്ടിരിക്കുന്നത് ശബ്ദത്തിന്റെ കരിയിലകൾ എന്നാണ് കേട്ടോ. അച്ഛൻ മരിച്ചപ്പോ, അല്ലെ, അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അച്ഛൻ എപ്പോഴും അമ്മയെ വിളിക്കുമായിരുന്നു, അമ്മയോട് ശണ്ട കൂടുമായിരുന്നു. അമ്മ അതിന് മറുപടി പറയും, ഇടയ്ക്കെങ്കിലും അച്ഛനോട് കയർത്ത് സംസാരിക്കും. ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. പക്ഷേ മരണം വന്നു, അല്ലെ? മരണം എന്ന കാറ്റ് എങ്ങു നിന്നോ വന്നപ്പോൾ ആ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകളെല്ലാം പാറിപ്പോയി. എന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണത്തോടെ ആ വീട് നിശബ്ദമായി തീർന്നു. അച്ഛൻ്റെ മരണത്തോടെ ആ വീട് നിശബ്ദമായി തീർന്നു എന്ന് സൂചിപ്പിക്കുകയാണ് എങ്ങു നിന്നോ പാറി വന്ന കാറ്റിൽ ശബ്ദത്തിന്റെ കരിയിലകൾ പാറിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാക്യശുദ്ധി വരുത്തുക. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിന് അനുയോജ്യമായ പദ്ധതി സർക്കാർ യോജിച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് ഏതാണ്ട് 1000 കോടിയോളം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ തെറ്റ് വന്നേക്കുന്നത്? ആരുമില്ലാത്ത അനാഥരെ എന്ന് വേണ്ട, അനാഥർ എന്ന് വെച്ചാൽ ആരുമില്ലാത്തവർ എന്നർത്ഥം. അപ്പൊ എന്ത് പറയണം? ആ അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിനെന്ന് പറഞ്ഞാൽ മതി. സംരക്ഷിക്കാൻ ആരുമില്ലാത്തതെന്ന് പറയണ്ട, അതങ്ങോട്ട് ഒമിറ്റ് ചെയ്തേക്കൂട്ടോ. അടുത്തത്, ഇനി ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുകയാണ് കേട്ടോ. അല്ല, അരപ്പുറത്തിൽ കവിയാതെ. ഓക്കെ. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്. അമ്മ പറഞ്ഞു, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നമ്മുടെ വേരുകളോ? അതും അമ്മയായ ഭൂമിയിൽ തന്നെ. നന്മയുടെ വേരുകൾ മറക്കുന്ന തലമുറയുടെ പ്രതീകമാണ് അമ്മ തൊട്ടിൽ എന്ന കവിതയിലെ നായകൻ. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ആദ്യത്തേത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിരിക്കുന്നു എന്നുള്ളൂ. വേരുകൾ, നമ്മുടെ വേരുകൾ ഭൂമിയിലാണ്. നന്മയുടെ വേരുകൾ മറക്കുന്നവനാണോ അമ്മ തൊട്ടിലെ നായകൻ? എളുപ്പമാണ് അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട്, അല്ലേ? ആദ്യം ഞാൻ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഇന്ന് തെരുവുകളിൽ കണ്ണിച്ചോരയില്ലാതെ ഉപേക്ഷിക്കുന്ന മക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പത്രം തുറന്നു നോക്കിയാൽ ഇത്തരം വാർത്തകൾ നമുക്കധികം കാണാനായിട്ട് സാധിക്കും, അല്ലേ? അതിൻ്റെ ഒരു ചിത്രമാണ് റഫീഖ് അഹമ്മദ് അമ്മത്തോട്ടിൽ എന്ന കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. ഈ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം. അത് കഴിഞ്ഞാൽ അമ്മത്തോട്ടിലിൻ്റെ സംഗ്രഹം എഴുതി വെച്ചേക്കുക. അത് ഞാനിവിടെ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ഏതൊക്കെ സ്ഥലത്താണ് അമ്മേനെ കൊണ്ട് കളയാൻ ചെല്ലുന്നത്. മാളിൻ്റെ മുമ്പിൽ ചെല്ലുന്നുണ്ട്, വിദ്യാലയത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നുണ്ട്, അമ്പലത്തിൽ ചെല്ലുന്നുണ്ട്, ആശുപത്രിയിൽ ചെല്ലുന്നുണ്ട്, ഇല്ലേ? ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മകനെ പിന്തിരിപ്പിച്ച കാര്യങ്ങൾ എഴുതുക. ഓക്കെ. ഇനി അതേസമയം അത്തരമൊരു തലമുറയുടെ, മാതാപിതാക്കളെ കളയുന്ന തലമുറയുടെ പ്രതീകം തന്നെയാണ് കൊണ്ട് കളയാമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം അത്ര ദുഷ്ടനല്ല. അദ്ദേഹത്തിൽ നിൽക്കുന്ന ഒരു നന്മയാണ് അവസാനം വിജയിക്കുന്നത്, അല്ലേ? കളയുന്നില്ല. അതും കൂടി എഴുതി വെക്കണേ. അടുത്തത്, എന്നാ കൊടുക്കാനാ? ഇന്നലെ ഒരു മുറന്ന് എഴുതി വെച്ചു, അത് കൊടുത്തിട്ട് 7 ചക്രം കിട്ടി. അതുകൊണ്ട് മൂഴക്കരിയും മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിട്ട് തിളപ്പിച്ചു, ഞങ്ങൾ ഉച്ചയ്ക്ക് കൊടുത്തു. കഥ നടക്കുന്ന കാലത്തെ സാമൂഹിക സന്ദർഭം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് കേട്ടോ. രണ്ടിടങ്ങഴി എന്ന കഥ നടക്കുന്ന കാലത്തെ സാമൂഹിക അവസ്ഥയാണ് ഇവിടെ ചോദിക്കുന്നത്. മുകളിൽ തന്നിട്ടുള്ളത് ഒരു സന്ദർഭം മാത്രം, അല്ലെ? ആ സന്ദർഭം അവിടെ നിൽക്കട്ടെ, നമ്മൾ എല്ലാ സന്ദർഭങ്ങളെയും കൂട്ടി വേണം ഉത്തരം എഴുതാനായിട്ട്. എന്തായിരുന്നു അന്നത്തെ സാമൂഹിക അവസ്ഥ? കൃഷിഭൂമി മുഴുവനും ഒരു ജന്മിയുടെ കയ്യിലായിരുന്നു. ജന്മി എന്ന് വെച്ചാൽ പണക്കാരൻ, ഭൂവുടമ കേട്ടോ. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം മുഴുവനും ചില ജന്മികൾക്കായിരുന്നു. ഈ ജന്മികള് അവരുടെ കീഴിലുള്ള കൃഷിഭൂമിയിൽ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട്, പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കും. അതായിരുന്നു അന്നത്തെ സാഹചര്യം. എന്നിട്ട് ഇവർക്കോ തുച്ഛമായ കൂലി കൊടുക്കും. തുച്ഛമായ കൂലി എന്ന് വെച്ചാൽ അത് ആ പണിയെടുക്കുന്ന ആൾക്ക് തന്നെ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ല, അത്രയും കുറച്ച് കൂലി കൊടുക്കും.
എന്നിട്ട് ഈ പാവങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലുണ്ടല്ലോ, ഈ നെല്ല് മുഴുവൻ അവർ വലിയ വിലയ്ക്ക് വിറ്റ് അവരിങ്ങനെ പണക്കാരായി മാറിക്കൊണ്ടിരിക്കും. പട്ടിണി കിടക്കുന്ന കർഷകൻ ബാക്കി, അല്ലെ? കർഷകനും അവന്റെ വീട്ടിലുള്ളവർക്കും പട്ടിണി മാത്രം ബാക്കി. ഇതായിരുന്നു അന്ന് നിലനിന്നിരുന്ന സാമൂഹികാവസ്ഥ. ഈ സാമൂഹികാവസ്ഥ സൂചിപ്പിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും ഇനി എടുത്തെഴുതിക്കൊള്ളുക. ഏതൊക്കെ സന്ദർഭങ്ങളാണ് ഉള്ളത്? തുടക്കം മുതലേ ഉണ്ട്. എനിക്ക് ഇനി നെല്ല് കൂലി മതി എന്ന് കോരൻ പറയുന്നത്, അവൻ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ കണ്ട് വേദനിക്കുന്നത്, വീട്ടിലെത്തിയിട്ട് നാഴി അരി ആ കൂലി കൊണ്ട് മേടിക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്നിട്ട് കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അത് ഭാര്യയ്ക്കും അയാൾക്കും വയറ് നിറച്ച് കുടിക്കാൻ പറ്റാത്തത്, അല്ലെ? പിറ്റേ ദിവസം അയാൾക്ക് പണിക്ക് പോകുമ്പോൾ കടിക്കാൻ ഭക്ഷണമില്ലാത്തത്. ഇനി ഒരു ദിവസം വരുമ്പോൾ അച്ഛനെ കാണുന്നത്, 8-ാം വയസ്സ് മുതൽ പാടത്ത് അധ്വാനിച്ച് 10,000-കണക്കിന് പറ നെല്ല് കൊയ്യിച്ചിട്ടുള്ള അച്ഛൻ ഇന്ന് വയസ്സാം കാലത്ത് അരി ഇട്ട് തിളപ്പിച്ച വെള്ളം പോലും കുടിക്കാൻ പറ്റാതിരിക്കുന്ന കാഴ്ച. ഈ എല്ലാ സന്ദർഭങ്ങളും എടുത്തെഴുതിയിട്ട് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം വ്യക്തമാക്കണം. ഓക്കെ, അടുത്തത് പൊരുളില്ലാത്ത സംസാരം എന്ന് ആദ്യം തോന്നാം, പക്ഷെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയാണെന്ന്. അച്ഛന്റെ അഭാവത്തിലാണ് അച്ഛനെ കുറിച്ചുള്ള ശരിയായ ധാരണ മകന് കൈവരുന്നത്. കുടുംബാംഗങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാതെ പോകുന്ന അതിന്റെ നഷ്ടം ഈ കഥാസന്ദർഭം എത്രമാത്രം വ്യക്തമാക്കുന്നു കണ്ടെത്തി എഴുതുക. അച്ഛൻ കിടപ്പിലായിരുന്നു, അല്ലെ? ഒരുപാട് കാലമായിട്ട് അച്ഛൻ തളർന്ന് കിടപ്പിലായിരുന്നു. പക്ഷെ ആ കിടക്കുന്ന കിടപ്പിൽ അച്ഛൻ ഓരോന്ന് പറയും. എന്തൊക്കെയാ പറയാറുള്ളത്? പറമ്പിന്റെ ഏത് വശത്തുള്ള തെങ്ങിലത്തെ ഏത് തെങ്ങിലെ ഏത് നാളികേരമാണ് വരണ്ടിരിക്കുന്നത്, അതായത് വെട്ടാറായിട്ടുള്ളത് ഏത് നാളികേരമാണെന്ന് പറയും. പറമ്പിലെ ഏത് കവുങ്ങിലെ അടക്കയാണ് മൂത്ത് പഴുത്ത് പാകമായിട്ടുള്ളത്. പാടത്തിന്റെ ഏത് കോണിലാണ് നെല്ല് വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്നത്, പാടത്തിന്റെ ഏത് വശത്താണ് വേലി കെട്ടാറായത്. ഇതെല്ലാം കിടന്ന കിടപ്പിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ പറയും. ഈ പറയുന്നത് കേൾക്കുമ്പോൾ പൊരുളില്ലാത്ത സംസാരം, എന്തൊക്കെയോ ആ വയസ്സം കിടന്ന് പിറുപിറുക്കുകയാണ് എന്നാണ് ആദ്യം മകനൊക്കെ വിചാരിച്ചിരുന്നത്, അല്ലെ? പക്ഷേ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്തെന്ന്, ശരിക്കും ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ്. ആ കിടന്ന കിടപ്പിലും മനസ്സിന്റെ കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടിരുന്ന കാഴ്ചകളെല്ലാം സത്യമാണെന്ന് പിന്നീട് മകന് മനസ്സിലായി. ഓക്കെ, അച്ഛൻ ഇല്ലാതായപ്പോ, അച്ഛൻ മരിച്ചു പോയപ്പോഴാണ് ആ വീട് ഉറങ്ങിപ്പോകുന്നത്. ആ കിടപ്പിലായിരുന്ന അച്ഛനാണ് ആ വീടിനെ വീടാക്കി മാറ്റിയിരുന്നത്, അല്ലെ? അച്ഛനെ കുറിച്ചുള്ള ശരിയായ ധാരണ അച്ഛൻ പോയപ്പോഴാണ് മകന് മനസ്സിലാക്കുന്നത്. ഈ വീടാക്കിയിരുന്നത് അച്ഛന്റെ കിടന്ന കിടപ്പിലുള്ള സംസാരങ്ങളാണെന്ന്. അച്ഛന്റെ മരണമാകുന്ന കാറ്റ് വന്നപ്പോൾ ശബ്ദങ്ങളുടെ കരിയിലകളെല്ലാം വീട്ടിൽ നിന്നും പറന്നുപോയി, വീട് പിന്നെ വീടല്ലാതായി. ഓക്കെ, അങ്ങനെയാണ് മകനത് മനസ്സിലാക്കിയെടുക്കുന്നത്. അടുത്തത് അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ നടത്തുന്ന യാത്ര സ്വന്തം ജീവിതത്തിലൂടെയുള്ള യാത്ര കൂടിയായി മാറുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണം എന്താണ്? അത് സത്യമാണ്, അല്ലെ? അമ്മയെ ഉപേക്ഷിക്കാനാണ് മകൻ തുടങ്ങിയത്, ഒരുമ്പിട്ടിറങ്ങിയത്. പക്ഷേ ആദ്യം അമ്മയെ ഉപേക്ഷിക്കാൻ പോയത് എവിടെയാണ്? പെരുമാളിന്റെ, അല്ലെ? വലിയൊരു മോളിന്റെ അറ്റത്താണ്. പക്ഷെ അവിടെ നിന്ന് തെരുവ് പട്ടി കുരച്ചു ചാടി ഇയാളെ കണ്ടപ്പോൾ. അത് കണ്ടപ്പോൾ ഇദ്ദേഹം ആലോചിച്ചത്, ഈ തെരുവ് പട്ടി ഇത്രയധികം കുരയ്ക്കുന്നത് അതിൻ്റെ സ്വന്തം കുട്ടികളെ സംരക്ഷിക്കാനാണ്. പ്രസവിച്ച് കിടക്കുന്ന പട്ടി അല്ലെങ്കിൽ അത് അങ്ങനെ കുരയ്ക്കില്ല. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന പട്ടി ഇത്ര ഉറക്കെ കുരയ്ക്കുന്നത് എന്തിനാ? സ്വന്തം കൈക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ്. എൻ്റെ അമ്മയും ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാവില്ലേ എന്ന് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ശൈശവം ഓർക്കുന്നു, അല്ലെ? ജീവിതയാത്രയാണ്. അപ്പൊ ശൈശവത്തിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ ജീവിതയാത്ര. ശൈശവം, കൗമാരം, അങ്ങനെയാണല്ലോ തുടങ്ങുക. പിന്നീട് ജില്ലാ ആശുപത്രിയുടെ അരികിലെത്തിയപ്പോഴാണ് ചെറിയ കുട്ടിയായിരുന്ന, ഒരു ബാലനായിരുന്ന, അല്ലെ, തന്നെയും തോളിലിട്ട് അമ്മ ഈ ആശുപത്രിയുടെ പടവുകൾ കയറിയത് ഓർത്തത്. അങ്ങനെ അദ്ദേഹം സ്വന്തം ബാല്യത്തിലേക്ക് തിരിച്ചുപോയി, അല്ലെ? അന്ന് കിട്ടിയ ഇഞ്ചക്ഷന്റെ ഓർമ്മ പോലെ ഒരു വേദന ഇന്നും അമ്മയെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായി. ബാല്യം. അതിനുശേഷം വിദ്യാലയത്തിന്റെ അടുത്ത് കളയാൻ പോയപ്പോഴാണ് ഒരുപാട് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിൽ പോയ ഞാൻ തിരിച്ചു വരുന്നത് കാത്ത അമ്മ മതിലിന്റെ പുറത്ത് നിന്നത് ആലോചിച്ചത്. അതിനുശേഷം മകൻ കൊണ്ടുപോയത് എവിടേക്കാ? അമ്പലത്തിലേക്കാണ്, അല്ലെ? അമ്മയ്ക്ക് ഓർമ്മയും ബുദ്ധിയും ഉണ്ടായിരുന്ന കാലത്തൊക്കെ എന്നെ കൊണ്ടുപോവോ എന്ന് അലട്ടിയിരുന്ന അമ്പലത്തിലേക്ക്. അത് മകൻ വലുതായപ്പോഴാണ് അമ്മ അലട്ടാൻ തുടങ്ങിയത്. അപ്പോൾ യൗവനത്തിലെത്തി. ഇനി
വീണ്ടും കുട്ടിക്കാലത്തിലേക്ക് പോകുന്നുണ്ട്. നല്ല തണുപ്പുള്ള പ്രഭാതങ്ങളിൽ അമ്മ തനിക്ക് ഓലക്കുടി കത്തിച്ചിട്ട് തീ ഉണ്ടാക്കിയിട്ട് കാപ്പിയിട്ട് തന്ന ഓർമ്മ വരുന്നുണ്ട്. ഓലക്കടി കരിയുന്നതിൻ്റെ ഗന്ധം വരുന്നുണ്ട്. അമ്മയുടെ വയറ്റത്ത് ചൂട് തേടിയിട്ട് പറ്റിക്കിടുന്ന ബാല്യകാലം ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ ബാല്യം, കൗമാരം, യൗവനം, ഇതിനെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുക. ഇയാൾക്കാണെങ്കിൽ വാർദ്ധക്യം ആയിട്ടില്ല. അതിലൂടെ എല്ലാം ഓർമ്മകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതയാത്രയായിട്ട് മാറുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെ കളയാൻ കൊണ്ടുപോയ യാത്ര. ഓക്കെ. തമ്പ്ര, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട എന്ന ഒറ്റ വാക്കുകൊണ്ട് ഔസേപ്പ് അപേക്ഷയെ നിഷേധിച്ചു. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറിപ്പോയപ്പോൾ കോരനും പോയി. എന്നാലും അന്ന് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ. അപ്പൻ ഒരു നിറച്ച് ചോറ് കൊടുക്കണം. അനീതിയോട് ആദ്യം ശക്തമായി പ്രതികരിക്കാതിരുന്ന കോരൻ പിന്നീട് ഉറച്ച തീരുമാനത്തിലെത്തുന്നു. അതിനിടയായ സാഹചര്യം എന്ത്? ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നെല്ല് വേണം കൂലിന്ന്, അല്ലെ? പക്ഷെ മുതലാളി കൊടുത്തിട്ടില്ല. അപ്പോഴും മുതലാളി നെല്ല് വലിയ വിലക്ക് വിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പ്രതികരിക്കണോന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കൂടെയുള്ളവരൊന്നും തൻ്റെ കൂടെ നിൽക്കില്ല. അവരൊക്കെ പണിക്ക് പോകും. അതുകൊണ്ട് പ്രതികരിക്കണ്ടെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇന്ന് എന്തായാലും കൂലി കിട്ടിയേ മതിയാവൂ എന്ന് പറയുന്നുണ്ട് കോരൻ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അപ്പൻ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൻ വെറും 8-10 വയസ്സ് തുടങ്ങിയിട്ട് ഒരു ജന്മിയുടെ പണിക്കാരനായിട്ട് കൂടിയിട്ടുള്ളതാ. 10,000-കണക്കിന് പറ നെല്ല് വിളയിച്ചിട്ടുള്ളതാ. ആ അപ്പൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ? അവസാനത്തെ ആഗ്രഹം എന്താ? അരിയിട്ട് തിളപ്പിച്ച കുറച്ച് വെള്ളം കുടിക്കണം എന്നായിരുന്നു. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കാനുള്ള കഴിവേ കിട്ടുന്ന കൂലി കൊണ്ടുള്ളൂ കോരന്. പക്ഷെ ചോറ് കൊടുക്കണം എന്നൊരാശ വന്നു. ചോറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂലി കിട്ടിയാൽ ശരിയാവില്ല, അല്ലെ? കുറച്ച് കൂലിയേ കിട്ടുള്ളൂ. അതുകൊണ്ട് നാഴി അരി വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിയേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ചോറ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അപ്പന് വയറ് നിറച്ച് ചോറ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നെല്ല് കൂലി കിട്ടണം. അപ്പൊ അപ്പന് വയറ് നിറച്ച് കഞ്ഞി മാത്രം പോരാ എൻ്റെ അപ്പന്. കാരണം അപ്പൻ ഇത്രയും കാലം അധ്വാനിച്ച അപ്പനാണ്. അതുകൊണ്ട് അപ്പന് എങ്ങനെയെങ്കിലും കുറച്ച് ചോറ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോഴാണ് പ്രതികരിക്കാൻ കോരൻ തീരുമാനിച്ചത്. ഓക്കെ. അടുത്തത്, വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്, കാച്ചെണ്ണ മണം, പുലർകാലത്ത് തണുപ്പത്ത് ഓലക്കുടികൾ പുകയുന്ന മണം. ഇത്തരം ഓർമ്മകളാണ് അമ്മയെ ഉപേക്ഷിക്കുന്നതിൽ നിന്നും മകനെ പിന്തിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് ഇത്തരം അനുഭവങ്ങളും ഓർമ്മകളും നഷ്ടമാകുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് മകൻ അമ്മയെ കളയാതിരുന്നത് എന്തുകൊണ്ടാ? അമ്മയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മകന് വന്നതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഓർമ്മകൾ മകന് വന്നു എന്ന് ആദ്യം എഴുതി വെക്കുക. ജില്ലാശുപത്രിയിലേക്ക് പോകുന്ന ഭാഗവും, പിന്നെ ഓലക്കുടി കത്തിച്ചിട്ട് അമ്മ ചായ ഉണ്ടാക്കാൻ, കാപ്പി ഉണ്ടാക്കാൻ ഓലക്കുടി കത്തിച്ചപ്പോൾ ഓലക്കുടിയുടെ മണം വന്നതും ഒക്കെ, ചെറുപ്പത്തിൽ വന്നതൊക്കെ മകൻ ഓർക്കുന്നുണ്ട്, അല്ലേ? അമ്മയുടെ വയറ്റത്ത് പറ്റിക്കിടുന്ന ആ കാലം, അമ്മയുടെ കാച്ചെണ്ണയുടെ മണം, ഇതൊക്കെ ഓർമ്മ വന്നപ്പോഴാണ് മകന് അമ്മേനെ കളയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പോൾ ഓരോ സന്ദർഭം വിശദീകരിച്ച് എഴുതിയേക്കാം. വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി അത് 1-2 പാരഗ്രാഫ് എഴുതിയതിന് ശേഷം അടുത്ത ചോദ്യം എന്താ? ഇത്തരം ഒരു അനുഭവം പുതിയ തലമുറയ്ക്ക് ഉണ്ടോന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളുടെ അമ്മയും നിങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും, ഇല്ലേ? അങ്ങനെ നഷ്ടപ്പെടുന്നൊന്നുമില്ല. ഒരുപക്ഷെ ഓലക്കൊടി കരയണ മണം ഉണ്ടാവില്ല. കാരണം ഓലക്കൊടി കത്തിച്ചിട്ടൊന്നും ആവില്ല നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുന്നത്. പക്ഷെ കാലം മാറിയതിനനുസരിച്ച് മക്കളും അമ്മമാരും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വരുന്നുണ്ട്. ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത്തരം ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? അപ്പൊ നഷ്ടമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടമാകുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടമാകുന്നു എന്ന് എഴുതിക്കോളൂ. കാരണം അമ്മമാർ പലപ്പോഴും ജോലിയുള്ളവരായിരിക്കും, അവർ തിരക്കിലായിരിക്കും, കുട്ടികളെ വളർത്തിയെടുക്കുന്നത് പലപ്പോഴും വേലക്കാരായിരിക്കും, അല്ലെങ്കിൽ ഡേ കെയറുകളിലായിരിക്കും ശൈശവം. അങ്ങനെയുള്ള മക്കൾക്ക് ഇത്തരം ഓർമ്മകളൊക്കെ നഷ്ടമാകുന്നുണ്ടെന്ന് എഴുതാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. അതല്ല, എത്ര വേലക്കാർ നോക്കിയാലും എത്ര ഡേ കെയറിലൊക്കെ പോകേണ്ടി വന്നാലും അമ്മയെ അടുത്ത് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ മക്കളുടെ ജീവിതത്തിൽ. ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഓർമ്മകൾ, ഇത്തരത്തിലുള്ള മണങ്ങൾ, അല്ലേ, ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഓർമ്മകൾ മക്കൾക്ക് ഉണ്ട് എന്നാണ് അഭിപ്രായമെങ്കിൽ അത് എഴുതിക്കോളൂ. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാണ് കേട്ടോ. മനുഷ്യരെ പറ്റിച്ചാല് കടലമ്മയ്ക്ക് ദേഷ്യമില്ലയോ? ചക്കി കറുത്തമ്മയുടെ മുഖത്ത് നോക്കി. അവൾ ഊസിയില്ല. തുടർന്ന് ചോദിക്കാൻ ഇനിയും ഉണ്ട്. ഒരു പ്രത്യേക ഭാഷയാണ്. ചെമ്മീൻ എന്നുള്ള നോവലിലാണ് തന്നിരിക്കുന്നത്. എന്തിനാ അമ്മച്ചി ആ പാവത്തിനെ പറ്റിച്ച് വള്ളവും വലയും? അത് കഷ്ടാ. എന്നതാടി നീ പറഞ്ഞത് പറ്റിച്ചെന്നോ? തൻ്റെ ഇടത്തോട് കറുത്തമ്മ പറഞ്ഞു. അതെ, ചെമ്മീൻ എന്ന നോവലിൽ ഒരു ഭാഗമാണ് കൊടുത്തത്. സാമൂഹിക അവസ്ഥകൾ വെളിവാക്കുന്നതിൽ തകഴിയുടെ ഭാഷയ്ക്ക് പങ്കുണ്ട്. മുകളിൽ കിടത്തിരിക്കുന്ന
കൊടുത്തിരിക്കുന്ന നോവൽ ഭാഗവും പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗവും ആസ്പദമാക്കി വിശകലനം ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓർമ്മയില്ലേ, വാമൊഴി വരമൊഴി 6 മാർക്കിന്റെ ചോദ്യമാണിത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് ഭാഷ 2 തരത്തിലുണ്ട്. ഒന്ന് വാമൊഴി. വാമൊഴി എന്നാൽ ഒരു മനുഷ്യർ അവരവർ ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അല്ലേ നിത്യസംഭാഷണത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് വഴമൊഴി. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഭാഷയാണ് വരമൊഴി. മറ്റൊന്ന് വാമൊഴി, മറ്റൊന്ന് വരമൊഴിയാണ്. വരമൊഴി എന്ന് വെച്ചാൽ അച്ചടിച്ചു വരുന്ന പത്രങ്ങളിലെല്ലാം ഭാഷ. ഇവിടെ തകഴി ചെമ്മീൻ എന്ന നോവൽ എഴുതാനും 2 ഇടങ്ങഴി എഴുതാനും ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ഭാഷയാ മക്കളെ? വാമൊഴിയാണ് അല്ലെ. വാമൊഴി എന്ന് വെച്ചാൽ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറയും, ലോക്കൽ ലാംഗ്വേജ്. വാമൊഴിയിലാണ് തകഴി തന്റെ നോവലുകൾ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ? അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് ഈ വാമൊഴി ഭാഷ സഹായിച്ചിട്ടുണ്ടോ എന്നാണ്. നിശ്ചയമായും തകഴിയുടെ ഈ ഭാഷ അന്നത്തെ മനുഷ്യരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെമ്മീൻ എന്നുള്ളത് നിങ്ങൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ നിങ്ങൾ 2 ഇടങ്ങഴി ആസ്പദമാക്കിയിട്ട് ഇതിന് ആൻസർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ചെമ്മീൻ നിങ്ങൾക്ക് ആ സിനിമയൊക്കെ ലഭ്യമാണ്, നിങ്ങൾ അതെടുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും കേട്ടോ. അത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. അതല്ല ഞങ്ങൾക്ക് അതിലേക്കൊന്നും പോകാൻ വയ്യ മിസ്സേ, ഞങ്ങൾ പ്ലാവിലക്കഞ്ഞി വെച്ച് എഴുതിക്കോളാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി, മാർക്കൊക്കെ കിട്ടും. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്ലാവിലക്കഞ്ഞിയാണല്ലോ, 2 ഇടങ്ങഴി അല്ലേ. അപ്പൊ അതിലത്തെ ഓരോ സന്ദർഭവും ഞാനിവിടെ വിശദമാക്കി പറഞ്ഞു. കോരൻ നെല്ല് കൂലി മേടിക്കണം എന്നുള്ളത് തുടങ്ങിയിട്ട് ഓരോ സന്ദർഭങ്ങളും എടുത്ത് എഴുതുക. അതിൽ ആളുടെ സംഭാഷണം എന്താണോ, ആൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അത് അതേപോലെ നിങ്ങൾ എടുത്ത് എഴുതിക്കൊള്ളുക. ഇന്ന് കൂലി മാണ്ട അല്ലെ, നെല്ല് കൂലി മാണ്ട, എനിക്ക് ചക്രം കൂലി മാണ്ട, മറ്റേത് നെല്ല് തന്നെ കൂലി വേണം, അങ്ങനെയൊക്കെ ആൾ പറയുന്ന ആളുടെ ആ സംഭാഷണങ്ങൾ ഉണ്ടല്ലോ, അത് ടെക്സ്റ്റിൽ നോക്കിയിട്ടൊന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് അത് തന്നെ എടുത്തെഴുതുക. അതായത് കഥ നിങ്ങൾ ചുരുക്കി എഴുതുക. കഥ ചുരുക്കി എഴുതിയിട്ട് കഥയുടെ ഓരോ സന്ദർഭത്തിലും കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങളുണ്ട്, അത് അവരുടെ ഭാഷയിൽ തന്നെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. കാരണം ആ സംഭാഷണങ്ങൾ അത്രയും ശക്തമായിട്ട് അവർ പറയുന്നത് കൊണ്ടാണ് അന്നത്തെ സാമൂഹികാവസ്ഥ നമുക്ക് മനസ്സിലായത്. അപ്പൊ കഥ ചുരുക്കി എഴുതുക, അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എഴുതുക, പട്ടിണി കിടക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം എഴുതണം. അത് എഴുതിയിട്ട് ഓരോ സന്ദർഭങ്ങളിലും അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടല്ലോ, അത് ടെക്സ്റ്റ് നോക്കി ഒന്ന് കോമിട്ട് വെച്ചിട്ട് അത് കാണാപ്പാഠം പഠിച്ച് അങ്ങനെ തന്നെ എഴുതുക. കോരനും ചീരത്തിനും തമ്മിലുള്ള സംഭാഷണം. കാരണം അവിടെയാണ് ആ ഭാഷാഭേദങ്ങളുടെ വാമൊഴിയുടെ പ്രസക്തി. ഓക്കെ, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത്, അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തു പറയൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാകും. അതോർത്ത് വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഭാഷണ ഭാഗങ്ങളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് അമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം. യെസ്, അമ്മ ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട, ഓരോ വിളിയും കഥയിലെ വളരെ പ്രധാനപ്പെട്ട, അമ്മേനെ സെന്റർ ചെയ്തിട്ടാണ് അത് പോകുന്നത് അല്ലെ. അപ്പൊ ആദ്യം നിങ്ങൾ പറയണം, ഓരോ വിളിയും കാത്ത് തന്നിട്ടുള്ള ഈ കഥ UK കുമാരന്റെ കഥ മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള കഥയാണ് അല്ലെ. അത് ഒരച്ഛൻ പോയതോടെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന അമ്മയുടെ നിശബ്ദ വേദനയുടെ കഥയാണെന്ന് ഇൻട്രൊഡക്ഷൻ എഴുതുക. എന്നിട്ട് നമുക്ക് അമ്മ എന്നുള്ള കഥാപാത്രത്തെ കുറിച്ച് എഴുതി തുടങ്ങാം. എന്താ അമ്മയുടെ പ്രത്യേകത? കിടപ്പുരോഗിയായ അച്ഛനെ നിത്യം ശുശ്രൂഷിച്ചു കഴിയുന്ന ഒരു കഥാപാത്രമാണ് അമ്മ അല്ലെ. ആ അമ്മയെ അച്ഛൻ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ വിളിക്കുമ്പോഴേക്കും അമ്മ അച്ഛൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. പലപ്പോഴും അമ്മ പറമ്പിലോ തൊടിയിലോ എവിടെയാണെങ്കിലും അച്ഛൻ വിളിച്ചാൽ അമ്മ ഓടിയെത്തുന്നുണ്ട് അല്ലെ. ഭർത്താവിനെ വളരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ചില സന്ദർഭങ്ങളിൽ അച്ഛൻ വിളിക്കാതെ തന്നെ അമ്മ അച്ഛൻ്റെ വിളിക്ക് കാതോർക്കുകയും മറുവിളി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം. എപ്പോഴെങ്കിലും അമ്മ ഒന്ന് എത്താൻ ഒരു സെക്കൻഡ് വൈകി പോയാൽ അച്ഛൻ അമ്മയെ വല്ലാതെ വഴക്ക് പറയും അല്ലേ, പൊട്ടിത്തെറിക്കും അച്ഛൻ. ഇനി എന്നെ കൊണ്ട് വേണ്ടാതായിരുന്നു നിനക്ക് തോന്നുന്നുണ്ടാവും അല്ലേ, ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി തരാൻ ഞാൻ വേണമായിരുന്നു എന്ന് പറയും. അപ്പൊ അമ്മ എന്ത് മറുപടിയാ കൊടുക്കണത്? കണ്ണ് കാണാഞ്ഞിട്ടും കാത് കേൾക്കാനാവാഞ്ഞിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്ത് ഇപ്പോഴും ഞാൻ എത്തുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യമെന്ന് പ്രതികരിക്കുന്ന ഒരു അമ്മേനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആളെ മുട്ടുമ്പോ ചേരയും കടിക്കുന്നു പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് കുറേ കാലം അച്ഛനെ ശുശ്രൂഷിച്ച ശേഷം പെട്ടെന്ന് ഒരു നാൾ അച്ഛൻ മരിച്ചു പോവുകയാണ്. അപ്പൊ ആ വീട് നിശബ്ദമാവുകയാണ്, വീടല്ലാതായി തീരുന്നു എന്നൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള അമ്മേനെ മകന്റെ കൂടെ കൊണ്ടുപോവാൻ മകൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അപ്പൊ അമ്മ എന്താ പറയണത്? നിന്റെ അച്ഛൻ ഇവിടെയല്ലേ, അച്ഛൻ വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കുറെ കാലം അമ്മ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. പലരും വഴി കൂടെ പോകുന്ന പലരും അച്ഛൻ്റെ മരിച്ച കാര്യം അറിയാതെ പലരും അമ്മയോട് അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ അമ്മ പറയാ എന്താ, ഓ മൂപ്പര് പോയിരിക്കാന്ന് പറയും. പോയിരിക്കാന്ന് വെച്ചാൽ എങ്ങോട്ടോ യാത്ര പോയി എന്നുള്ള മട്ടിലാണ് മറുപടി കൊടുക്കുന്നത്. എന്നിട്ട് അമ്മ പറയും, പോയില്ല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ, അച്ഛൻ എങ്ങോട്ടും പോയില്ല, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട്. അതായത് അച്ഛൻ്റെ മരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മരിച്ചതായിട്ട് അമ്മ അംഗീകരിക്കുന്നില്ല. അച്ഛൻ ഇപ്പോഴും വീട്ടിലുണ്ട് അല്ലെ, അച്ഛൻ്റെ വിളി ഞാൻ കേൾക്കുന്നുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് മകൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകാൻ പോവാണ് അമ്മേനെ. നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മമ്മ പേരക്കുട്ടിയോട് എന്താ ചോദിക്കുന്നത്? നിന്റെ വീട്ടിൽ കുമൻ മൂളുന്നത് കേൾക്കാമോ? നല്ല വെള്ളമുണ്ടോ, നിലാവുണ്ടോ? അതായത് നല്ല വെള്ളവും നിലാവും കൂമന്റെ മൂളലും ഉണ്ടെങ്കിലേ ഒരു ജീവിതമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, ഗ്രാമത്തെ സ്നേഹിക്കുന്ന ഒരു അമ്മയെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. പോവാൻ അവർ യാത്ര നിശ്ചയിച്ച അന്ന് മകൻ വന്ന് വിളിക്കുമ്പോൾ എന്താ പറയണത് അമ്മ? ഞാൻ വരുന്നില്ല, അച്ഛൻ വിളിക്കും എന്നെ, ഞാനിവിടെ വേണം എന്ന് പറയാം. അങ്ങനെ ആ മരിച്ചുപോയ അച്ഛനെ ആണെങ്കിലും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഒക്കെ പ്രതീകമായ ഒരു അമ്മയെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത്, വ്യക്തിബന്ധങ്ങളുടെ ഇഴയെടുപ്പവും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയുമാണ് സാമൂഹിക ബന്ധങ്ങളെ ദൃഢമാക്കുന്നത്. പ്ലാവിലക്കഞ്ഞി, ഓരോ വിളിയും കാതോർത്ത്, അമ്മത്തൊട്ടിൽ. ഈ പാഠങ്ങളുടെ ആശയങ്ങളെ മുൻനിർത്തി ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഈസി ആയില്ലേ? 3ന്റെ സമ്മറി എഴുതി വെച്ചേക്കാം മക്കളെ, മാർക്ക് കിട്ടും കേട്ടോ. ആദ്യം കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പാഠങ്ങളാണ് ഈ 3 അങ്ങോട്ട് എഴുതിയേക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ എന്തായാലും അല്ലേ. എന്നിട്ട് 3 പാഠങ്ങളും എഴുതിയ ആൾക്കാരുടെ പേരും ഒക്കെ എഴുതിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക കേട്ടോ. ഏതൊക്കെയാ? റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടില്, തകഴിയുടെ പ്ലാവിലക്കഞ്ഞി, UK കുമാരന്റെ ഓരോ വിളിയും കാതോർത്ത്. ഈ 3 പാഠങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ഇഴയെടുപ്പങ്ങളെയാണ് കാണിക്കുന്നത്, മനുഷ്യന്റെ നന്മയെയാണ് കാണിക്കുന്നത്, മഹത്തായ സാഹിത്യകൃതിയാണെന്നൊക്കെ നിങ്ങൾ അങ്ങ് എഴുതിയേക്കുക. അതിനുശേഷം ഓരോന്നിന്റെ സമ്മറി വേർതിരിച്ച് അങ്ങ് എഴുതിയേക്കുക. സമ്മറി എന്ന് പറയുമ്പോൾ വെറുതെ ഡ്രൈ ആയിട്ടൊരു സമ്മറി അല്ല. ഇത്രയും നേരം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓരോന്നിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അമ്മത്തൊട്ടിലിനാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച്, മക്കൾ കളയുന്നതിനെ കുറിച്ചൊക്കെ. അതിനുശേഷം ആ കവിതയുടെ സമ്മറി എഴുതി വെക്കാം. ബാക്കി എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ. ലഘു ഉപന്യാസം അത് ഭയങ്കര ഈസിയാണ്, 3 കൂടി വന്നേക്കണോണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ് നമ്മൾ. അവിടെ എങ്ങും നെല്ല് കണി കാണില്ല, ഒള്ളോൻ വെളി കാണിക്കത്തില്ല, രാത്രിയിൽ 7 രൂപയാ വില, കോരന്റെ അച്ഛന്റെ വാക്കുകളിൽ തെളിയുന്ന ഭാവം എന്താണ്? പരിഭവം അല്ലെ. അതായത് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയാണ്, നെല്ലുണ്ടല്ലോ അത് വെളിയിൽ കാണിക്കില്ല, വലിയ വിലക്ക് മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ പരിഭവം അല്ലേ, പരിഭവം. എന്നോടിത് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു വിഷമം. ഞാനല്ലേ എല്ലാം കൊത്തിക്കളച്ച് പറമ്പൊക്കെ പാടൊക്കെ കൊത്തിക്കളച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നിട്ട് കർഷകന് ഇത്തിരി പോലും കിട്ടാതെ അല്ലെ, തരാതെ അവർ വിറ്റ് കളയുന്നല്ലോ എന്ന വിഷമം. അടുത്തത്, അപ്പോൾ നമ്മുടെ വേരുകളോ? അതും അമ്മയായ ഭൂമിയിൽ തന്നെ. ഈ വരികളുടെ ആശയവുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്തത് ഏതാ മക്കളെ? ബന്ധങ്ങളുടെ വേര് അറുത്ത് മാറ്റുന്നതാണ് സ്വാതന്ത്ര്യം. അതാണ് യോജിക്കാത്തത്. ബാക്കിയെല്ലാം അതുമായിട്ട് യോജിക്കുന്നതാണ് അല്ലെ. അടുത്തത്, രോഗഹേതു എന്തുമാകട്ടെ കൊച്ചു ചക്കരച്ചിക്ക് മാരക രോഗം പിടിപെട്ടു. മാരക രോഗത്തിന്റെ വിഗ്രഹാർത്ഥം എന്താ? മാരകമായ രോഗം. ഓക്കെ, മാതൃക പോലെ എഴുതുക. ഇലപ്പടർപ്പ്, ഇല പടർപ്പ്. അമ്മത്തൊട്ടിൽ എങ്ങനെയാ മാതൃക പോലെ എഴുതുക? ഈസി അല്ലേ? അമ്മ തൊട്ടിൽ കേട്ടോ. തായ് ഇരട്ടിക്കാൻ പാടില്ല. അമ്മത്തൊട്ടിൽ നിന്ന് എഴുതിയപ്പോൾ ഇരട്ടിച്ച തായുണ്ട്. അമ്മ തൊട്ടിൽ നിന്ന് എഴുതുമ്പോൾ സിംഗിൾ താ മതി. തിരിച്ചെഴുത്താണത്. അർത്ഥവ്യത്യാസമില്ലാതെ 2 വാക്യങ്ങളാക്കുക. 10 പ്ലാവിലെ കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട ഏമ്പക്കം വിട്ടു. അത് 2 വാക്യമാക്കി എഴുതാനാ പറയുന്നത്. എങ്ങനെയാ? 10 പ്ലാവില കഞ്ഞി കോരി കുടിച്ചു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. അതിനുശേഷം വൃദ്ധൻ ഒരു നീണ്ട ഏമ്പക്കം വിട്ടു. ആ കഴിഞ്ഞപ്പോൾ വേണ്ട. അടുത്തത്, 2ഓ 3ഓ വാക്യങ്ങളിൽ ഉത്തരം എഴുതുക. നെല്ലില്ല, പിശാചുക്കൾ നെല്ല് കൊണ്ട് ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. അല്ല തമ്പ്ര അത്താഴയ്ക്ക് അരിക്കാടിക്ക. ജന്മിയുടെയും കോരന്റെയും സംഭാഷണത്തിൽ തെളിയുന്ന ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സൂചന ഒരുപാട് തവണ പറഞ്ഞു.
ഇല്ലേ? ജന്മിമാരുടെ കയ്യിലാണ് ഭൂമിയെല്ലാം. പാവപ്പെട്ട കൃഷിക്കാരെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടത്ര കൂലി കൊടുക്കില്ല. കൊടുക്കുന്ന കൂലി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ തികയില്ല. നെല്ല് കൂലി ചോദിച്ചാൽ കൊടുക്കില്ല. എന്നിട്ട് ആ നെല്ല് വലിയ വിലയ്ക്ക് വിറ്റ് കാശ് മേടിക്കും ജന്മിമാർ. നിന്റെ വീട്ടിലിരുന്നാൽ കൂമം മൂടുന്ന ഒച്ച കേൾക്കുമോ? ഇല്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഈ വരികളിൽ തെളിയുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ, ഇതുവരെ നമ്മൾ അമ്മയുടെ മാനസികാവസ്ഥയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം പറഞ്ഞത്. കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ? നിരാശ തന്നെയാണ് അല്ലേ? ഗ്രാമത്തെ അപേക്ഷിച്ച് തൻ്റെ വീട് കൊള്ളൂല, നഗരത്തിലെ തൻ്റെ വീട് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള മാനസികാവസ്ഥയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അച്ചമ്മയെ പോലെ തന്നെ കുട്ടിയും ഗ്രാമത്തെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ? പണത്തെയോ സൗകര്യങ്ങളെയോ അല്ല, ഗ്രാമത്തിലും പക്ഷിയുടെ ഒച്ചയും നല്ല വെള്ളവും നിലാവും ഒക്കെ സ്നേഹിക്കുന്ന ആ കുട്ടിക്ക് തൻ്റെ വീടിനെ കുറിച്ച് കുറച്ച് നിരാശയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത്, പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി. കണ്ണുകൾക്ക് നൽകിയിരിക്കുന്ന വിശേഷണത്തിൽ തെളിയുന്ന അമ്മയുടെ അവസ്ഥ എന്ത്? പലതവണ പറഞ്ഞു തന്നതാണ് അല്ലേ? അമ്മയ്ക്ക് വയസ്സായിരിക്കുന്നു, അമ്മയെ കളയാൻ പോവുകയാണ്, പിഞ്ഞാണം പോലെ മങ്ങിപ്പോയിരിക്കുകയാണ് കണ്ണുകൾ. പിന്നെന്താ? അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥയും കൂടി ഉണ്ട്. അമ്മയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഏതാണ്ട്. പക്ഷെ എന്നിട്ടും പ്രതികരിക്കാനാവാതെ വേദനിക്കുന്ന ഒരമ്മയെ കൂടി കാണാം നമുക്കിവിടെ. അടുത്തത്, കൊച്ചു ചക്കരച്ചി മാവിനെ കുറിച്ചുള്ള കഥ ആകർഷകവും സൗന്ദര്യവുമായ രീതിയിൽ വർണ്ണിച്ചിട്ടുള്ളതിനാലാണ് വായനക്കാർ ഏറെ ഇഷ്ടപ്പെടും. ചൂടെ കൊടുത്തിരിക്കുന്ന വാക്യം അഭംഗി പരിഹരിച്ച് മെച്ചപ്പെടുത്തുക. എന്താണ് ഇവിടെ അഭംഗിയുള്ളത്? കൊച്ചു ചക്കരച്ചി മാവിനെ കുറിച്ചുള്ള കഥ ആകർഷകവും സൗന്ദര്യവുമായ രീതിയിൽ വർണ്ണിച്ചിട്ടുള്ളതിനാലാണ് വായനക്കാർ ഏറെ ഇഷ്ടപ്പെടും. തെറ്റല്ലേ ആ സെന്റൻസ്? ആ സെന്റൻസിലൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നണല്ലേ? ഒന്നാമത്തെ കാര്യം, കൊച്ചു ചക്കരച്ചി എന്ന മാവിനെ കുറിച്ചുള്ള കഥ. ഓക്കെ, ഇനി ആകർഷകവും സൗന്ദര്യവുമായ രീതിയിൽ നല്ല പറയാ നമ്മൾ. ആകർഷകമായും സൗന്ദര്യാത്മകമായും, അല്ലാണ്ട് സൗന്ദര്യമായി എന്ന് പറയില്ല. ആകർഷകമായും സൗന്ദര്യാത്മകമായും, പിന്നെ രീതി വേണ്ട, വർണ്ണിച്ചിട്ടുള്ളതിനാൽ ആണ് വേണ്ട. വർണ്ണിച്ചിട്ടുള്ളതിനാൽ വായനക്കാർ ഏറെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ വർണ്ണിച്ചിട്ടുള്ളതിനാലാണ് വായനക്കാർക്ക് ഏറെ ഇഷ്ടമാവുക. അങ്ങനെ തിരുത്തണം. കംപ്ലീറ്റ്ലി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഴുതണം. ഓക്കെ. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം, മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടെത്തിയതെല്ലാം ശരിയായിരുന്നെന്ന്. അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥസാധ്യത ക്ലാവ് പിടിച്ച കണ്ണാടി. എന്താ ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് വെച്ചാൽ അർത്ഥം? ക്ലാവ് പിടിക്കുക എന്ന് വെച്ചാൽ വ്യക്തത മങ്ങിപ്പോവുക. ഒരു കണ്ണാടിക്ക് അതിൻ്റെ വ്യക്തത മങ്ങിപ്പോവുക എപ്പോഴാണ്? ക്ലാവ് പിടിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ വ്യക്തത മങ്ങിപ്പോയി എന്നാണ് ക്ലാവ് പിടിച്ച കണ്ണാടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് കണ്ണാടിയുടെ വ്യക്തതയാണ് മങ്ങിപ്പോയിട്ടുള്ളത്? മനസ്സിൻ്റെ. അച്ഛൻ വൃദ്ധനായി വയ്യാതെ കിടക്കുന്ന അച്ഛനാണ് അല്ലേ? അച്ഛൻ്റെ മനസ്സിന്, അച്ഛൻ്റെ ഓർമ്മകൾക്ക് പല വ്യക്തതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛന് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഓർക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ കിടപ്പിലായി ശരിയായ ഓർമ്മയെല്ലാം പോയിട്ടുള്ള ആ കിടപ്പിൽ അച്ഛൻ്റെ മനസ്സ് എന്തുപോലെയാണ്? വ്യക്തമല്ല, ക്ലാവ് പിടിച്ച കണ്ണാടി പോലെയാണ്. ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ നോക്കിയാൽ ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു മനസ്സാണ് അച്ഛനുള്ളതെങ്കിൽ കൂടി അച്ഛൻ പറമ്പിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു എന്നതാണ് അത്ഭുതം. ഓക്കെ, അടുത്തത്, സ്നേഹം നരകത്തിൻ ദ്വീപിലും സ്വർഗഗേഹം പണിയും പടുത്തും. ഇവിടെ നിങ്ങൾക്ക് ഗേഹത്തിൻ്റെ അർത്ഥവും പടുത്തത്തിൻ്റെ അർത്ഥമൊക്കെ തന്നിട്ടുണ്ട്. അത് സ്നേഹം ഏത് നരകത്തിൻ്റെ ദ്വീപിലും സ്നേഹം സ്വർഗം പണിയുന്ന പറഞ്ഞേക്കുന്നത്. ഈ വരികളിലെ ആശയവുമായി ബന്ധപ്പെടുത്തി പ്ലാവിലക്കഞ്ഞിലെ കോരൻ്റെയും ചിരുതയുടെയും ജീവിതം. ഈസിയല്ലേ അത്? വരികളുടെ അർത്ഥം എന്താ? ഏത് നരകത്തിനെയും സ്വർഗമാക്കാൻ സ്നേഹത്തിന് സാധിക്കും എന്നാണ് നമുക്ക് തന്നിട്ടുള്ള വരികൾ. ഇതിന് വളരെയധികം ബന്ധമുണ്ട് കോരൻ്റെയും ചിരുതയുടെയും ജീവിതവുമായിട്ട്. നിങ്ങൾക്കറിയാലോ, നരകമായിരുന്നു കുട്ടനാടൻ കർഷകരുടെ ജീവിതം. അവർക്ക് എല്ലുമുറിയെ പണിയെടുക്കണം, പക്ഷേയോ പല്ലുമുറിയെ തിന്നാൻ കിട്ടില്ല എന്ന് മാത്രമല്ല, വയറ് നിറച്ച് പോലും തിന്നാൻ കിട്ടില്ല അല്ലേ? വയറ് നിറയെ പോയിട്ട് അരവയറ് പോലും ഭക്ഷണം കഴിക്കാൻ ഉള്ള കൂലി അവർക്ക് കിട്ടുന്നില്ല. ആകെ കുറച്ച് ചക്രമേ കൂലിയായിട്ട് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നാഴി അരിയെ മേടിക്കാൻ പറ്റുള്ളൂ. നാഴി അരിയിട്ട്
ഭക്ഷണം വെച്ചാൽ ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് ഒരു നേരം പോലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനില്ല. അപ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ ദുഃഖങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ മക്കളെ? ദാരിദ്ര്യ ദുഃഖം. ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്ര ദാരിദ്ര്യ ദുഃഖം. അല്ലാണ്ട് മിസ് എനിക്കൊരു ഐഫോൺ മേടിക്കണം എന്നുണ്ടായിരുന്നു, അച്ഛൻ മേടിച്ചതല്ലേ, വലിയ ദാരിദ്ര്യത്തിലാണ്, അങ്ങനത്തെ ദാരിദ്ര്യമല്ല. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തത്ര ദാരിദ്ര്യം. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തത്ര ദാരിദ്ര്യം ഉണ്ടായിരുന്നു കുട്ടനാടൻ കർഷകർക്ക്. അപ്പൊ അത് നരകമല്ലേ ജീവിതം? പക്ഷേ എന്നിട്ടും കോരന്റെയും ചിരുതയുടെയും ജീവിതം നരകമായില്ല. കാരണം എന്താ? അവർ തമ്മിലുള്ള സ്നേഹമായിരുന്നു അല്ലെ? ആ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളെല്ലാം എടുത്തെഴുതുക. കുറച്ച് അരിയേ ഉള്ളൂ, അതിട്ട് വെച്ച ഭക്ഷണത്തിൽ നിന്ന് 2 മൂട് കപ്പയും മേടിച്ചിട്ടുണ്ട് അല്ലെ, കൊള്ളിയും മേടിച്ചിട്ടുണ്ട്. കൊള്ളിയും കപ്പയും ഒന്നാണ് അല്ലെ, മരച്ചീനി. പക്ഷേ അത്ര കുറച്ച് ഭക്ഷണമേ ഉള്ളെങ്കിൽ കൂടി അവരത് അവനവൻ വയറ് നിറച്ച് കഴിക്കാനല്ല തുനിയുന്നത്, മറ്റാളെ കഴിപ്പിക്കാനാണ്. ആ സന്ദർഭങ്ങൾ വിശദമായിട്ട് എടുത്തെഴുതിക്കോളൂ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ചിരുതയ്ക്ക് മനസ്സിലായി കോരൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെ. കഞ്ഞി കുടിക്കുന്നു എന്നുള്ള ഭാവമേ ഉള്ളൂ കോരന്. അപ്പൊ കോരനെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നുണ്ട് ചിരുത. അതേസമയം ചിരുത വേണ്ടത്ര കഴിക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടാണ് കോരന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൽ നിന്ന് തന്നെ ഒരു പങ്ക് കോരന് പിറ്റേ ദിവസം പണിക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി ചിരുത ഒളിച്ചു വെക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എടി കള്ളി എന്ന് വിളിച്ചിട്ട് എന്തൊരു സ്നേഹത്തോട് കൂടിയിട്ടാണ് അത് നീ കുടിക്കി എന്ന് പറയുന്നത്. പിറ്റേ ദിവസം കോരൻ പണിക്ക് പോകുമ്പോഴും ആ കുറച്ച് കഞ്ഞിവെള്ളവും കപ്പയും ബാക്കി ഉണ്ടായിരുന്നത് ഒരു വഴക്കിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. എന്തിനാ വഴക്കിന് കാരണമായത്? ഒരാൾ മുഴുവൻ കഴിച്ചതിനല്ല, മറ്റാൾ തീരെ കഴിക്കാത്തതിന്. ആ വാക്കുകൾ വളരെ പ്രധാനമാണ് കേട്ടോ. നമ്മൾ വീട്ടിലെങ്ങനെ തല്ലൂടാ, എനിക്ക് വെച്ചിരുന്നതും കൂടി അവനെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയൻ അല്ലേ, പാവം ചിലപ്പോൾ അനിയൻ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, അതിനെ എടുത്തിട്ട് പിതുക്കും. എന്തിനാ? നിങ്ങൾക്ക് എടുത്ത് വെച്ചേക്കുന്ന കേക്കിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തെന്നാ, മറ്റാള് കൂടുതൽ കഴിക്കാത്തതിന്റെ പേരിൽ, കഴിച്ചതിന്റെ പേരിലല്ല വഴക്കുണ്ടാവുന്നത്. അപ്പൊ പരസ്പരം കഴിപ്പിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾ എടുത്ത് പറഞ്ഞേക്കുക കേട്ടോ. അതുപോലെ കോരന്റെ അച്ഛൻ വരുമ്പോൾ അവളൊരു മുറം നെയ്ത് വെച്ചിരുന്നു, അത് വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടി. എന്നിട്ട് കിട്ടിയ പൈസ കൊണ്ട് അരി മേടിച്ചിട്ട് കഞ്ഞി വെച്ചിട്ട് മുഴുവനും കോരന്റെ അച്ഛന് കോരി കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട് അല്ലെ. അവള് മുഴുവനും കുടിച്ചു, അല്ല എന്നെ മുഴുവനും കുടിപ്പിച്ചു കഞ്ഞി, അവള് തീരെ കുടിച്ചില്ല എന്ന് പറയുന്നുണ്ട് കോരന്റെ അച്ഛൻ. ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ എടുത്തെഴുതുക. ഓക്കെ, അടുത്തത് അതൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാൻ പറ്റില്ല. ആ വൃദ്ധൻ എത്ര കഷ്ടപ്പെട്ട് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. പ്ലാവിലെ കഞ്ഞിയിലെ കോരൻ അച്ഛനെ പറ്റി പറയുന്ന ഭാഗമാണ്. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരി ആളും വരേക്കവൾ. അടുത്ത സ്ലൈഡിൽ നോക്കാം, അവിടെ അതിന്റെ ബാക്കി ഉണ്ടാവും നമുക്ക്. ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ കോരന്റെയും അമ്മത്തൊട്ടിലെ മകന്റെയും കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്യുക. ഈസി അല്ലേ? ഒരാൾ അച്ഛനെ ദൈവതുല്യനായിട്ട് കാണുന്നു അല്ലേ, ഭാര്യയെയും കൊണ്ട് വേറെ താമസിച്ചത് ശരിയായില്ല. അക്ഷന്തവ്യമായ അപരാധം എന്ന് വെച്ചാൽ എന്താ? അയ്യോ ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തു, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഞാൻ ഭാര്യനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിച്ചത് ശരിയായില്ല, എൻ്റെ അച്ഛനെ ഇനിയെങ്കിലും എനിക്ക് നോക്കണം എന്നുള്ള കുറ്റബോധമാണ് കോരന് വരുന്നത്. കല്യാണം കഴിഞ്ഞ് മാറി താമസിച്ചത് ശരിയായില്ല എന്ന്. പക്ഷെ മറ്റാളെന്താ ചെയ്യുന്നത്? അമ്മത്തൊട്ടിൽ എന്താ ചെയ്യുന്നത്? അമ്മേനെ കൊണ്ട് എവിടെയെങ്കിലും കളയാനാ പോകുന്നത് അല്ലേ. അപ്പൊ രണ്ടും 2 ടൈപ്പ് ആൾക്കാരാ. അപ്പോൾ നിങ്ങൾ രണ്ടിടങ്ങഴിയുടെ കഥയും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ചെറുതാക്കി എഴുതി വെക്കുക, അമ്മത്തൊട്ടിലെ മകന്റെ അതിൻ്റെ ഒരു സംഗ്രഹവും ചെറുതാക്കി എഴുതി വെക്കുക, താരതമ്യം ചെയ്യുക അല്ലേ. ഒരാൾ ഭയങ്കര നല്ലവനായിട്ടും മറ്റാൾ ഒരു ഇത്തിരി ദുഷ്ടനുമായിട്ടാണ് കാണപ്പെടുന്നത്. താരതമ്യം ചെയ്ത് എഴുതി വെക്കുക, ഈസിയാണ്. അമ്മത്തൊട്ടിലിൽ മകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് അനേകം ഓർമ്മകളാണ്. സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് ഒരു ഓർമ്മ അവിടെ തന്നിട്ടുണ്ട്, ഏറെ തണുക്കുന്നു ചില്ലുണർത്തിയിടുമ്പോൾ എന്നുള്ള വരികൾ. അത് സത്യമാണ് അല്ലേ. അമ്മയെ കളയാൻ മകൻ ഓരോ തവണ തുനിയുമ്പോഴും അമ്മ തനിക്ക് ചെറുപ്പത്തിലെ ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഓർമ്മകൾ മകനിലേക്ക് തികട്ടി വരുന്നു. അതുകൊണ്ടല്ലേ മകൻ കളയാഞ്ഞത്. അപ്പൊ നിങ്ങൾ അമ്മത്തൊട്ടിലുള്ള കവിതയിൽ ഓരോ തവണ മകൻ എവിടെ കളയാൻ പോകുന്നു അവിടെ എന്തൊക്കെ ഓർമ്മകൾ വന്നു അതെല്ലാം എടുത്തെഴുതിക്കൊള്ളുക, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓരോ സ്ഥലവും എവിടെ കളയാൻ പോയെന്ന്. അപ്പോഴൊക്കെ വന്ന ഓർമ്മകൾ എന്താണെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. മാളിന്റെ അവിടെ കളയാൻ പോയി, തെരുവ് പട്ടി വന്നു. വിദ്യാലയത്തിന്റെ അവിടെ കളയാൻ പോയി, അമ്മ
കരഞ്ഞു പിഴിഞ്ഞ് സ്കൂളിൽ പോയാൽ തന്നെ കാത്തു നിൽക്കുന്നത് ഓർമ്മ വന്നു. ജില്ലാശുപത്രിയിൽ പോയി അമ്മ പനി വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയത് ഓർമ്മ വന്നു അല്ലേ? അമ്പലത്തിൽ പോയി അപ്പോൾ അവിടെ ഈശ്വരൻ തന്നെ അശാന്തനായിട്ട് നിൽക്കുന്നത് പോലെ തോന്നി. പിന്നെ തണുത്തിട്ട് കാറിൻ്റെ ചില്ല് ഉയർത്തിയപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അമ്മയുടെ വയറ്റത്ത് മുഖം വെച്ച് കിടന്നിട്ടുള്ളത് ഓർമ്മ വന്നു. അമ്മ തനിക്ക് കുടിക്കാൻ വേണ്ടി കാപ്പി ഇട്ട് തരുമ്പോൾ ഓലക്കുടികൾ കരിയുന്ന മണവും ഓർമ്മ വന്നു. അങ്ങനെ എല്ലാം ഓർമ്മകളാണ്. ഓക്കെ, എല്ലാം എഴുതിക്കൊള്ളാം. അടുത്തത്, കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമായിരുന്നു എന്ന യാഥാർത്ഥ്യം പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്ത് എത്രമാത്രം വ്യക്തമാകുന്നു? കോരൻ, ചിരുത, കോരന്റെ അച്ഛൻ എന്നീ കഥാപാത്രങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുക. ഈസിയാണ്. ആദ്യം തന്നെ അന്നത്തെ സാമൂഹികാവസ്ഥ എന്തായിരുന്നു എന്ന് പറയാം. അവരെ പട്ടിണിയെ കുറിച്ചൊക്കെ പറയാം അല്ലേ? ഇങ്ങനെ പട്ടിണി കിടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവരൊന്നും പട്ടിണി കിടന്ന് ചത്തുപോകും അല്ലേ? ഇനി ആ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ എപ്പോഴാണ് നമ്മൾ എഴുതുക? ഏതൊക്കെ സന്ദർഭങ്ങൾ? അത് ആദ്യം തൊട്ട് തന്നെ അതിലുണ്ട്. കോരൻ നെല്ല് കൂലി ചോദിക്കാൻ പോകുന്നത്, കോരന് വേണ്ടത്ര ഭക്ഷണം കിട്ടാത്തത്, കോരനും ചിരുതിയും കൂടി ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിപ്പിക്കാൻ നോക്കുന്നത് അല്ലേ? പിന്നെ കോരൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പം അച്ഛൻ്റെ അവസ്ഥ, അച്ഛൻ അനേകം 8 വയസ്സ് മുതൽ ജോലിക്ക് ചേർന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് അരിയിട്ട് തിളപ്പിച്ച വെള്ളം പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്നത്. ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ആ കഥയുടെ ഒരു ചെറിയ സമ്മറി തന്നെ നിങ്ങൾ എഴുതി വെക്കണം. അതിലത്തെ ആ സന്ദർഭങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. അവർ പട്ടിണി എടുക്കുന്നത്, അപ്പോൾ പട്ടിണി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത്ര കൂലി കിട്ടാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് അവർ അധ്വാനിച്ചതിനുള്ള കൂലി അവർക്ക് കിട്ടുന്ന വെച്ചാൽ അവർക്ക് പട്ടിണി എടുക്കേണ്ടി വരില്ല. കൊടുക്കുന്ന കൂലി വളരെ കുറച്ച്. അപ്പോൾ കൂലിക്ക് പകരം നെല്ല് മതി എന്ന് പറഞ്ഞാൽ നെല്ലും കൊടുക്കുന്നില്ല. അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്തത്, ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എപ്പോഴും എന്നെ വിളിക്കുകയാണ്. ആത്മബന്ധത്തിന്റെ ആഴമാണ് അമ്മയുടെ തോന്നലിൽ തെളിയുന്നത്. കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അമ്മയുടെ സ്വഭാവ നിരൂപണത്തിൽ ഇല്ലേ? സെയിം ആൻസർ ആണ് കേട്ടോ. അടുത്തത്, ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം. സെയിം ചോദ്യമാണല്ലോ വന്നിട്ടുള്ളത്. അച്ഛൻ്റെ മരണത്തോടു കൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയ പോലെ അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു. കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് അച്ഛൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം ചെയ്യുക. നേരത്തെ അമ്മയാണ് ചെയ്തത്, അച്ഛനും ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? വയ്യാതെ കിടക്കുന്ന അച്ഛൻ അമ്മയെ എപ്പോഴും വിളിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പൊട്ടിത്തെറിക്കുന്നു, മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടി. അതേസമയം പറമ്പിലത്തെ ഓരോ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ അച്ഛൻ അറിയുന്നു ഇല്ലേ? ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഒരു സമ്മറി എഴുതി വെച്ചേക്കാം കേട്ടോ. അടുത്തത്, ഭാഷാഭേദങ്ങളുടെ സ്വാധീനം തകഴിയുടെ രചനകളിൽ എന്നുള്ളതിനെക്കുറിച്ച് ഉപന്യാസം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഭാഷാഭേദങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ സ്ഥലത്തും മനുഷ്യർ അവരുടെ നിത്യസംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളെയാണ് ഭാഷാഭേദം എന്ന് പറയുക. തൃശ്ശൂർക്കാരന് തൃശ്ശൂർ മലയാളം, കൊല്ലംകാരന് കൊല്ലത്തും ഒരു മലയാളം, എറണാകുളത്ത് വേറൊരു മലയാളം അല്ലേ? അപ്പോൾ ഒരേ ഭാഷ തന്നെ ജില്ല വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സ്ഥലം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടെയാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുക. ഇങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെയാണ് നമ്മൾ ഭാഷാഭേദങ്ങൾ അല്ലെങ്കിൽ വാമൊഴികൾ എന്ന് പറയുക കേട്ടോ. വാമൊഴി തന്നെയാണ് മക്കളെ ഭാഷാഭേദങ്ങൾ. എന്താണ്? ഒരേ ഭാഷ തന്നെ, മലയാളം തന്നെ നമ്മൾ തൃശ്ശൂർ മലയാളമായും കൊച്ചിയിൽ കൊച്ചി മലയാളമായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈണത്തിലും താളത്തിലും വാക്കുകളിലും വരെ വ്യത്യാസമുണ്ട്. എല്ലാം മലയാളമാണ് കേരളത്തിൽ, പക്ഷെ തൃശ്ശൂർത്തെ മലയാളം അല്ല കൊച്ചിയിൽ. ഇതിനെയാണ് നമ്മൾ ഭാഷാഭേദങ്ങൾ എന്ന് പറയുക. അപ്പം എന്താ ഭാഷാഭേദങ്ങൾ എന്ന് വെച്ചാൽ ഒരേ ഭാഷയെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലുമുള്ള ആളുകൾ വേറെ വേറെ വിധത്തിൽ ഉപയോഗിക്കുന്നു. ഈണത്തിലാവട്ടെ വാക്കുകളിലാവട്ടെ വ്യത്യാസം വരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഉദാഹരണം എഴുതാം. മലയാളം തന്നെ കേരളത്തിൽ പൊതുഭാഷ മലയാളം ആയിരിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിലെ ഭാഷ മലയാളം വ്യത്യാസമാണ്, കൊച്ചിയിലെ ഭാഷ വ്യത്യാസമാണ്, തിരുവനന്തപുരം മലയാളം വ്യത്യാസമാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ ഭാഷാഭേദങ്ങൾ എന്ന് പറയുക. ഈ ഭാഷാഭേദങ്ങൾ എങ്ങനെയാണ് പ്ലാവിലക്കഞ്ഞിയിൽ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഈസിയാണ്. പ്ലാവിലക്കഞ്ഞിയുടെ സമ്മറി ഏതാണ്ട് എഴുതി വെച്ചിട്ട് അതിൽ കോരനും ചിരുതിയൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചേക്കുക. ആ സന്ദർഭങ്ങൾ, കഥാസന്ദർഭങ്ങൾ എഴുതുക. അപ്പോൾ കോരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അതിൽ അടിവര ഇട്ടിട്ട് എഴുതി വെക്കുക. നേരത്തെ വാമൊഴിയെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു തന്നു നിങ്ങളോട്. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. എന്നിട്ട് കഥാസന്ദർഭം എഴുതിയതിന് ശേഷം ആ സംഭാഷണം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട്
ഇത് ഇതേ ഭാഷയിൽ ഇവർ ഉപയോഗിച്ചത് കൊണ്ട് ഭയങ്കര ശക്തിയായിട്ട് കഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എഴുതുക. ഓക്കെ, ഉദാഹരണമായിട്ട് കള്ളി നീ അത് ഒളിച്ചു വച്ചിരുന്നോ എന്നൊക്കെയുള്ള കോരൻ്റെ ചോദ്യമൊക്കെ ഇല്ലേ, അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുത്ത് എഴുതുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ മക്കളെ, പ്ലാവിലക്കഞ്ഞിയിൽ കോരൻ്റെയും ചിരുതയുടെയും അച്ഛൻ്റെയും സംഭാഷണങ്ങളുണ്ടല്ലോ, ഡയലോഗ്, അതങ്ങനെ തന്നെ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. അതങ്ങനെ തന്നെ കാണാണ്ട് പഠിച്ചിട്ട് ഏത് സന്ദർഭങ്ങളിലാണ് ആ സംഭാഷണം വരുന്നതെന്ന് എഴുതുക, ആ സിറ്റുവേഷൻ എഴുതുക. എന്നിട്ട് ആ സംഭാഷണങ്ങൾ അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് പറയുക, കണ്ടോ ഇവരുടെ ഭാഷ കണ്ടോ, ഇവർ അത്രയും തനിമയുള്ള വാമൊഴി ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ഇത്രയും ഹൃദയത്തിൽ സ്പർശിക്കുന്നത് ഈ കഥ എന്ന് എഴുതുക. മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്? ഓക്കെ. അടുത്തത്, അമ്മത്തൊട്ടിൽ എന്ന കവിതയിലെ ആശയവും സമകാലിക സംഭവങ്ങളും അടിസ്ഥാനമാക്കി അരക്ഷിതമാകുന്ന വാർദ്ധക്യം, അതിൽ മുഖപ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മുഖപ്രസംഗം എന്ന് വെച്ചാൽ എന്താ അറിയാലോ, എഡിറ്റോറിയൽ, പത്രാധിപക്കുറിപ്പ്. ഒരു പത്രത്തിന്റെ പ്രധാന ലേഖകൻ അല്ലെങ്കിൽ പത്രാധിപര് സമകാലികമായ സംഭവങ്ങളെ കുറിച്ച് അയാളുടെ അഭിപ്രായങ്ങൾ എഴുതുന്നതിനെയാണ് പറയുക. നിങ്ങൾ ആദ്യം ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് അവിടെ തന്നിട്ടുണ്ട്, എന്താ, അരക്ഷിതമാകുന്ന വാർദ്ധക്യം. അതിനുശേഷം ഒരു ആമുഖം കൊടുക്കുക. തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു പത്രമാണ് അല്ലെ, പത്രത്തിൽ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഇന്ന് കേരളത്തിൽ മാതാപിതാക്കളോട് അല്ലെ മക്കളുടെ മനോഭാവം വളരെ അവഗണന നിറഞ്ഞതാണ്. എന്നിട്ട് അപ്പം നടന്നിട്ടുള്ള അയാളുടെ പത്രാധിപരുടെ കണ്ണിൽ പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എഴുതുക. ഇന്ന സ്ഥലത്ത് മക്കളെ ഇന്ന സ്ഥലത്തൊക്കെ ഉപേക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്, ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് എഴുതുക. അടുത്തതായിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ഇതേ സംഭവം തന്നെ, അതായത് ഈ അടുത്ത കാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ ഭാവനയിൽ കേട്ടോ, 3-4 സംഭവങ്ങൾ നിങ്ങളുടെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അടുത്ത പാരഗ്രാഫായിട്ട് എഴുതുക. അടുത്ത പാരഗ്രാഫ്, 3-ാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് അതിനെക്കുറിച്ചുള്ള പത്രാധിപര്, അതായത് നിങ്ങളാണല്ലോ ഇപ്പോൾ പത്രാധിപര്, നിങ്ങളുടെ അഭിപ്രായം അല്ലെ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ ധാർമ്മികമായ രീതിയിൽ ആ ഒരു അഭിപ്രായം എഴുതിയിട്ട് ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ പരിഹാരം കൂടി എഴുതുക. പരിഹാരം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തെങ്കിലും നടപടികൾ എടുക്കണം, ഇങ്ങനെ ചെയ്യുന്ന മക്കൾക്കെതിരെ വല്ല നിയമ നടപടികൾ എടുക്കാനൊക്കെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ മക്കൾ പേടിച്ചിട്ടെങ്കിലും കളയില്ല. അല്ലെങ്കിൽ വയസ്സായ മാതാപിതാക്കൾ ഉള്ളിടത്ത് നമ്മുടെ നിയമപാലകരെ ഇടയ്ക്ക് ഒരു വിസിറ്റ് നടത്തണം അല്ലെ, അതിനുവേണ്ടി കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് മാതാപിതാക്കളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം മക്കൾ നന്നായി നോക്കുന്നില്ലെന്ന്, അങ്ങനെ എന്തെങ്കിലും സൂപ്പർവിഷനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരം എഴുതിക്കൊള്ളൂ. അങ്ങനെ ഒരു 3 പാരഗ്രാഫാണ് പത്രാധിപ കുറിപ്പിൽ എപ്പോഴും എഴുതേണ്ടത്. ആദ്യം ആമുഖം, 2-ാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ സമകാലികമായിട്ടുള്ള ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ എഴുതുക. അടുത്ത പാരഗ്രാഫിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വേദനയും അതിനുള്ള ഒരു പരിഹാരവും എഴുതിയാൽ പത്രാധിപക്കുറിപ്പായി. ഓക്കെ. അടുത്തത്, ഇപ്പോൾ ഇതൊരു വീടല്ല, നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാകുന്നില്ല. വീട് അപൂർണമാണെന്ന് തോന്നാൻ കാരണം എന്താവും? അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെ, അച്ഛൻ മരിച്ചു പോയത് കൊണ്ട്, അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവും ഇല്ലാതായതുകൊണ്ട്. അതാണ് ഉത്തരം. അടുത്തത്, പെറ്റുകിടക്കും തെരുവട്ടിക്കെന്തൊരൂറ്റം. തെരുവെട്ടി ചാടിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാ? സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത്, അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് നല്ല ഒരു അംശം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു, അത് കോരൻ കണ്ടുപിടിച്ചു. കള്ളി നീ ഇത് ഒളിച്ചു വച്ചിരുന്നോ? കോരന്റെ വാക്കുകൾ തെളിയുന്ന ഭാവം ഏതാ? സ്നേഹം. അടുത്തത്, കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ആകാശത്തിന് താഴെ തന്റെ ഇലപ്പടർപ്പ് കൊണ്ട് കൊച്ചു ചക്കരച്ച് മറ്റൊരു ആകാശം സൃഷ്ടിക്കുന്നു. ഇവിടെ ഇലപ്പടർപ്പ് എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താ? ഇലകളുടെ പടർപ്പ്. ഇലപ്പടർപ്പ്, ഇലകളുടെ പടർപ്പ്. മാതൃക പോലെ മാറ്റി എഴുതുക. വെള്ളിത്താലം വെള്ളിത്താലം, മലർക്കളം മലർക്കളം, ഡബിൾ ക വേണ്ട, സിംഗിൾ ക. അടുത്തത്, തുലാവർഷക്കാറ്റും കാലവർഷക്കാറ്റും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു. നിബിഡവും ശ്യാമളവുമായ തലമുടികൾ എന്തുകൊണ്ട്? ലേഖകൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വ്യക്തമാക്കുക. എന്തിനാ ഉദ്ദേശിച്ചത്? ഇലകളെ അല്ലെ. ഒരു മുത്തശ്ശി തൻ്റെ നിബിഡം, അതായത് ഇടതൂർന്ന് കറുത്ത തലമുടി ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നു ഒരു മുത്തശ്ശി. അതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കൊച്ചു ചക്കരച്ചി എന്ന മാവിനെ ഒരു മുത്തശ്ശിയോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മുത്തശ്ശി തൻ്റെ കറുത്ത് ഇടതൂർന്ന മുടി അഴിച്ചിട്ട് നിൽക്കുന്നത് പോലെയാണ് മാവ് തൻ്റെ ഇലകളും കൊമ്പുകളും വിടർത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ലേഖകൻ ഇവിടെ തലമുടി എന്ന് ഉദ്ദേശിച്ചത് എന്തിനാ? മാവിൻ്റെ കൊമ്പുകളെയും അതിൽ കറുത്ത
നിറത്തിൽ, നല്ല പച്ച, ഇരുണ്ട പച്ച, അതിനെയാണ് കറുപ്പായിട്ട് പറഞ്ഞത്. ഇരുണ്ട കറുത്ത നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള ഇലകളും കേട്ടോ. അപ്പൊ കൊമ്പുകളും ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലകളും, ഈ ഇലകളെയാണ് തലമുടി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് അമ്മത്തൊട്ടിൽ. ഈ വരികളിൽ തെളിയുന്ന കാവ്യപരമായ ഏതെങ്കിലും 2 പ്രത്യേകതകൾ കുറിക്കുക. ഒന്നാമത്തെ പ്രത്യേകത കൈച്ചുള്ളി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അമ്മയുടെ വയസ്സായ അവസ്ഥയെ, വാർദ്ധക്യത്തെയും അമ്മയുടെ രോഗത്തെയും സൂചിപ്പിക്കുകയാണ്. കാരണം ചുള്ളി പോലെയായി അമ്മയുടെ കയ്യിൽ നിന്ന്. ചുള്ളി എന്ന് വെച്ചാൽ എന്താ? കുഞ്ഞ് മരത്തിന്റെ ഏറ്റവും ചെറിയ ചുള്ളിക്കൊമ്പ് അല്ലേ? ചുള്ളി ഭയങ്കര വണ്ണം കുറഞ്ഞ കൊമ്പിനെയല്ലേ ചുള്ളി എന്ന് പറയാ. അപ്പൊ അമ്മയുടെ കയ്യ് വാർദ്ധക്യം കൊണ്ട് മെലിഞ്ഞുണങ്ങി ശുഷ്കിച്ചിരിക്കുകയാണ്. അമ്മയുടെ വാർദ്ധക്യത്തെയും രോഗത്തെയും അവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ നീരറ്റു വറ്റി വരണ്ട, അതും ചോരയും നീരും വറ്റുക എന്നാണ് നമ്മൾ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുക. ശരീരത്തിന്റെ കരുത്തും ശരീരത്തിന്റെ ഭംഗിയും എല്ലാം വറ്റി വരണ്ടു പോയിരിക്കുന്നു. അമ്മയുടെ വാർദ്ധക്യത്തെ വീണ്ടും ഒന്നും കൂടി സൂചിപ്പിക്കുകയാണ് അവിടെ കേട്ടോ. അപ്പൊ അമ്മയുടെ വാർദ്ധക്യത്തെയും ശക്തിയില്ലായ്മയെയും സൂചിപ്പിക്കാനായിട്ട് ആ 2 പ്രയോഗങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഏതോ ദിശയിൽ നിന്നും അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ പാറിപ്പോയി. അടിവരയിട്ട പ്രയോഗത്തിന്റെ പൊരുൾ നമ്മൾ ഒരിക്കൽ വ്യക്തമാക്കി. ശബ്ദങ്ങളുടെ കരിയിലകൾ പാറിപ്പോയത് എങ്ങനെയാണ് ഇല്ലേ? അച്ഛൻ മരിച്ചപ്പോ, അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരമാണ്. അടുത്തത്, ജീവിതത്തിൽ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹബന്ധത്താൽ ശക്തരായിരുന്നു പ്ലാവിലക്കഞ്ഞിയുടെ കഥാപാത്രങ്ങൾ. അത് നേരത്തെ ഉപന്യാസത്തിൽ വിശദമായിട്ട് പറഞ്ഞതാണ് അല്ലേ? നരകത്തിന്റെ നടുവിലും സ്വർഗം പണിയുന്നു എന്ന്. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. ഞങ്ങൾ തറവാട്ടിൽ താമസമാക്കിയതിനു ശേഷം പണത്തിന്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. ആ ശേഷം അങ്ങ് വെട്ടിക്കളയാം. ഞങ്ങൾ തറവാട്ട് വീട്ടിൽ താമസമാക്കി. ഓക്കെ, ആ പണത്തിന്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. അടുത്തത്, അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം. കവുങ്ങിന്റെ കിഴക്കേ ഭാഗത്തുള്ള കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിൽ അടക്ക പഴുത്തു. കുന്നിന് പുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടു. കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായി. അച്ഛന് പ്രകൃതിയോടും കൃഷിയോടുമുള്ള അടുപ്പം ഈ കഥയിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലെ? അച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, കിടന്ന കിടപ്പിലാണ്. എന്നിട്ടു പോലും പലപ്പോഴും ആളുകൾക്ക് തോന്നും അച്ഛന് ശരിയായ ഓർമ്മയും ബുദ്ധിയും ഇല്ല എന്ന് അല്ലെ? മനസ്സിന്റെ കണ്ണാടി ക്ലാവ് പിടിച്ചു. പക്ഷെ എന്നാലും എവിടെയുള്ള കവുങ്ങിലത്തെ അടക്കയാണ് പഴുത്തത്? ഏത് തെങ്ങിലെ തേങ്ങയാണ് വരണ്ടിരിക്കുന്നത്? നെല്ലിന്റെ പാടത്തിന്റെ ഏത് ഭാഗത്തുള്ള നെല്ലിനാണ് വേലി കെട്ടാൻ സമയമായത് എന്നെല്ലാം ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? താൻ ആയ കാലത്ത് ചോരയും നീരും ചിലവാക്കി ഉണ്ടാക്കിയ അല്ലെ, ചോരയും നീരും വിയർപ്പാക്കിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള കൃഷിയിടമാണ് എല്ലാം. ഇതിനോട് അപ്പോഴും ഒരു മമത സൂക്ഷിക്കുന്നു അച്ഛൻ അല്ലേ? ബാക്കിയെല്ലാം മറന്നാലും വൃക്ഷങ്ങളോട്, പ്രകൃതിയോട്, തൻ്റെ പറമ്പിനോടുള്ള സ്നേഹം അദ്ദേഹം സൂക്ഷിക്കുന്നു. ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന് കിടന്ന കിടപ്പിൽ കിടന്നിട്ടും ഈ ഓടി നടക്കുന്ന ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല എവിടത്തെ അടക്കയാണ് പഴുത്തതെന്ന്. പക്ഷെ കിടക്കുന്ന അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നു. അതെന്താ? ആ മനസ്സിൽ അത്രയ്ക്കും തീവ്രമായിട്ട് ആ വികാരമുണ്ട്, പറമ്പിനോട് സ്നേഹബന്ധമുണ്ട്. അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം അറിവുകൾ വരുള്ളൂ. ഓക്കെ, അടുത്തത്, വൃദ്ധനെ തകഴിയിൽ തനിച്ചിട്ട് താൻ തന്റെ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ പോന്നു. അതൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു തരത്തിലും തെറ്റിയായിരിക്കാൻ പറ്റില്ല. കോരൻ എന്ന കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് പ്ലാവിലക്കഞ്ഞിയിൽ തെളിയുന്നത്? നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലെ? അച്ഛനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, അനീതിയെ എതിർക്കാനുള്ള ഒരു കരുത്ത്. ഈ 3 എണ്ണമാണ് പ്രധാനമായിട്ടും കഴിയുന്നത്. അത് 3ഉം തെളിയുന്ന സന്ദർഭങ്ങളും എഴുതിയേക്കാം. ഓക്കെ, അടുത്തത്, വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ. കൊച്ചു ചക്കരച്ചിയുടെ അഭിപ്രായമാണ് അത് അല്ലേ? കൊച്ചു ചക്കരച്ചിയെ കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണം നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. കൊച്ചു ചക്കരച്ചിയെ ഒരു മാവായിട്ടല്ല, ഒരു മനുഷ്യൻ പോലത്തെ, മനുഷ്യന്റെ തന്നെ സ്വഭാവങ്ങളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാങ്ങ വിൽക്കാൻ ഒരിക്കൽ ശ്രമിച്ചപ്പോൾ കൊച്ചു ചക്കരച്ചിയിലെ ഉറുമ്പുകൾ
മാവിൽ കയറാൻ വന്ന ആളുകളെ കടിച്ചോടിച്ചു എന്ന്. കാരണം ഈ മാങ്ങ അങ്ങനെ വിറ്റ് കാശാക്കാനുള്ളതല്ല, എൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ളതാണ് എന്നൊരു മനോഭാവം കൊച്ചു ചക്കരച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന്, അല്ലേ? പിന്നെ അനേക സന്ദർഭങ്ങൾ എല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. വീഴുമ്പോൾ ചതിക്കില്ല നമ്മ പറഞ്ഞതുമെല്ലാം. അങ്ങനെ കൊച്ചു ചക്കരച്ചിയെ കുറിച്ചുള്ള നിരീക്ഷണം എന്ന് വെച്ചാൽ വെറും ഒരു മാവല്ല, ആ തറവാട്ടിലെ ഒരു മുത്തശ്ശിയായിട്ടാണ് കഥാപാത്രം നിൽക്കുന്നത്. അത് നമ്മൾ വിശദമായിട്ട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്തത്, ഇപ്പോഴും ഇടയിൽ പോണ ചിലർ വിവരമറിയാതെ ചോദിക്കും, മൂപ്പര് എങ്ങോട്ട് പോയി? ഞാൻ പറയും പോയിന്ന്. പോയില്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ. ഈ വരികൾ നിങ്ങളുടെ മനസ്സിൽ ഉയർത്തിയ ചിന്തകൾ എന്തെല്ലാം? ഇതെപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്? അച്ഛൻ മരിച്ചതിന് ശേഷം, അച്ഛൻ മരിച്ചതറിയാത്ത ചില ആളുകൾ ഇടവഴി കൂടെ പോകുമ്പോൾ അച്ഛൻ എങ്കിടാ പോയേന്ന് ചോദിക്കും. അപ്പൊ അമ്മ എന്ത് പറയും? പോയി എന്ന് പറയും. പക്ഷെ പോയില്ല എന്ന് എനിക്ക് അറിയൂന്ന്. അത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാ ഉണർത്തുന്നത് മക്കളെ? രണ്ട് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം, അല്ലെ? മരണത്തിനും വേർപെടുത്താൻ കഴിയാത്ത ഒരു സ്നേഹം. അച്ഛൻ മരിച്ചിട്ടും അച്ഛന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആ അമ്മയുടെ മനസ്സ്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്ത ഉണർത്തുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. എന്നാലും സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണർന്ന ചിന്തകൾ ഇതാണ്: മരണത്തിനും വേർപെടുത്താൻ പറ്റാത്ത സ്നേഹബന്ധത്തിന്റെ ആഴം. ഈ ചിന്തയല്ലേ നമ്മുടെ ഉള്ളിൽ വരിക, അല്ലേ? അപ്പോൾ ഒരാളുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് പലപ്പോഴും അയാളുടെ ശാരീരികമായ സാന്നിധ്യം കൊണ്ടായിരിക്കില്ല. അയാളുടെ ശാരീരികമായ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലും അയാൾ അവിടെ ഇട്ടിട്ട് പോയ സ്നേഹം ഉണ്ടല്ലോ, അയാൾ ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അയാൾ പ്രസരിപ്പിച്ചിട്ടുള്ള ഊർജം, അത് അയാളെ സ്നേഹിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത്, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിജ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ അടച്ചു തുറന്നവർ. തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് അമ്മത്തൊട്ടിൽ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, വരികളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന് ഇൻട്രൊഡക്ഷൻ എന്താ പറയുക, തുടക്കത്തിൽ എഴുതേണ്ട ഒരു വരി ഞാൻ പറഞ്ഞുതരാം. റഫീഖ് അഹമ്മദിന്റെ പ്രധാനപ്പെട്ട കവിതയാണെന്നൊക്കെ എഴുതിക്കൊള്ളുക. അമ്മത്തൊട്ടിൽ എന്നത് സാധാരണഗതിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ, പല പല കാരണങ്ങളാലും വേണ്ടാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അമ്മമാർക്ക്. അവരെ അമ്മമാര് വഴിയിലൊന്നും ഇട്ട് പട്ടിയും മറ്റു മൃഗങ്ങളും ഒന്നും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള തൊട്ടിലുകളാണ് അമ്മത്തൊട്ടിലുകൾ. അമ്മമാർക്ക് കുട്ടികളെ വേണ്ടെങ്കിൽ ആ തൊട്ടിലിൽ കൊണ്ടിടാം, സർക്കാർ അവരെ എടുത്ത് സംരക്ഷിച്ചുകൊള്ളും. ഇത് വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെ അമ്മമാർക്ക് വേണ്ടാത്ത കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള തൊട്ടിലുകളെയാണ് നമ്മൾ അമ്മത്തൊട്ടിലുകൾ എന്ന് പറയുക. കാരണം പലപ്പോഴും ഈ അമ്മമാര് കുട്ടികളെ വഴിയിലും മറ്റും കൊണ്ടിട്ട് പോയിട്ട് പട്ടി കടിച്ചു വലിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനാണ് സർക്കാർ ഇങ്ങനെ ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വേണ്ടാത്ത കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമാണ് അമ്മത്തൊട്ടിൽ. ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്, അല്ലെ? മകൻ അമ്മയെ ഉപേക്ഷിക്കാനായിട്ടൊരു സ്ഥലം തേടുകയാണ്. അപ്പൊ മക്കളെ ഉപേക്ഷിക്കാനായിട്ട് സർക്കാർ തൊട്ടിലുകൾ കെട്ടിത്തന്നിട്ടുണ്ട്, പക്ഷേ അമ്മമാരെ ഉപേക്ഷിക്കാൻ ഒരിടവും നമുക്ക് സർക്കാർ തന്നിട്ടില്ല, അല്ലെ? അപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാൻ നടക്കുന്ന ഒരു മകന്റെ കവിതയാണിത്. മകനെ കുറിച്ചുള്ള കവിതയായതുകൊണ്ട് അമ്മത്തൊട്ടിൽ എന്ന ആ ശീർഷകം വളരെ ചേർന്ന് പോകുന്നുണ്ട്. അത് മാത്രമല്ല, അമ്മമാര് തൊട്ടിലാട്ടിയിട്ടാണ് മക്കളെ ശൈശവത്തിൽ നമ്മുടെ അമ്മമാരുടെ സ്നേഹം പകർന്നു കൊടുക്കുക, അല്ലേ? അമ്മ തന്നെയാണ് മക്കളുടെ ഏറ്റവും ആദ്യത്തെ തൊട്ടിൽ. കാരണം കയ്യിൽ വെച്ചിട്ട് ഉറങ്ങാത്ത രാത്രികൾ നിങ്ങളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവും അമ്മമാര്. മക്കൾ ജനിക്കുന്ന തുടക്കത്തിലെ ഒരു 28 ദിവസം വരെയൊക്കെ രാത്രി ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ അമ്മ ഉറങ്ങാതെ സ്വന്തം കൈകൾ തൊട്ടിലാക്കി അങ്ങനെ നടന്നിട്ടുള്ള അനേകം രാത്രികൾ അമ്മമാരുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ മകൻ അമ്മയെ കളയാൻ പോകുമ്പോൾ അമ്മയാകുന്ന ആ തൊട്ടിലിനെ കൂടിയാണ് കളയാൻ പോകുന്നത്, അല്ലേ? മകനൊരു തൊട്ടിലായിരുന്നു അമ്മ, ആ തൊട്ടിലിനെയും കൂടി കളയാൻ പോവുകയാണ്. അങ്ങനെ രണ്ട് രീതിയിലും ഈ തലക്കെട്ട് ഇതിനോട് യോജിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഒന്നെങ്ങനെയാണ്, അമ്മയാകുന്ന തൊട്ടിലിനെ കളയാൻ പോകുന്നു. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞൂലേ അമ്മത്തൊട്ടിൽ എന്നുള്ള കാര്യം ശരിക്കും എങ്ങനെയാണെന്ന്. ഈ രണ്ട് കാര്യങ്ങളും ചേർത്തിട്ട് നിങ്ങൾ ശീർഷകം യോജിക്കുന്നുവെന്ന് തുടക്കത്തിലുള്ള പാരഗ്രാഫ് എഴുതിയിട്ട് പിന്നെ നിങ്ങളുടെ വക അതിന്റെ സമ്മറി എഴുതി വെച്ചേക്കാം. നമുക്ക് വലിപ്പം വേണമല്ലോ ഉത്തരത്തിന്. അടുത്തത് 6 മാർക്കിന്റെ ചോദ്യമാണ്. പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാൻ അതിനെ മണ്ണു നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വെക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാണ്. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. ഹരിതമോഹനമാണ്. മാവ് തളിരുമ്പോൾ മുതൽ നാട്ടിൻപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണ അന്തരീക്ഷം.
അത് കൊച്ചു ചക്കരിച്ചിയിലെ രചനാഭാഗങ്ങൾ വിശകലനം ചെയ്ത് പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ, പ്രഭാഷണമാണ്. പ്രഭാഷണം എന്ന് വെച്ചാൽ പ്രസംഗമാണ്. പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ട് തുടങ്ങുക. എന്നിട്ട് അവരോട് സംസാരിക്കുന്നത് പോലെ തുടങ്ങുക. നമ്മൾ എന്തെന്നാണ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം, അല്ലെ? എന്നിട്ട് പറയാ, എൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലും ഇത്തരം ഒരു ചിന്തയില്ലേ എന്ന് ചോദിക്കുക. അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇല്ലേ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്, കേട്ടോ. ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഹരിതമോഹനം എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതി കേൾക്കുന്നവർക്ക് പരിചയപ്പെടുത്താം. ഹരിതമോഹനം എന്നൊരു കൃതിയുണ്ട്. ഈ കൃതിയിൽ ഒരാള് സ്വന്തം ഫ്ലാറ്റിലേക്ക് ഒരു ചെറിയ ചെടി കൊണ്ടുവരുന്ന കഥയാണ് എന്നൊക്കെ പറഞ്ഞ കഥ ചെറുതായിട്ടൊന്ന് ചുരുക്കി മൂന്നോ നാലോ സെന്റൻസിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ കൊച്ചു ചക്കരച്ചി, കെ.ബി. ഉദയഭാനുവിന്റെ കൊച്ചു ചക്കരച്ചിയെ കുറിച്ചും 3-4 സെന്റൻസിൽ നിങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, കേട്ടോ. ഒരു മാവും വീടും തമ്മിലുള്ള ബന്ധം അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായില്ലേ, കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം എന്തെല്ലാം ഇന്നത്തെ നമ്മുടെ അവസ്ഥ പറയുക. ഇന്ന് നമ്മൾ എത്ര കണ്ണിൽ ചോരയില്ലാണ്ടാണ് മരങ്ങളെ വെട്ടി വീഴ്ത്തുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു മാവോ ഒരു വൃക്ഷമോ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അതിനെ വെട്ടി വീഴ്ത്താറുണ്ടോ? അത് നമ്മൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്തിട്ട് സംസാരിക്കുക. എന്നിട്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഇത്രയും പറഞ്ഞുകൊണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു സന്ദേശം അവർക്ക് കൊടുത്തുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്ന് പറയുക. ഓക്കെ, അത് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും മുമ്പിലിരിക്കുന്നവരോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രഭാഷണം തയ്യാറാക്കാൻ. അടുത്തത്, 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിന്റെ നേർചിത്രമാണ് ഇവിടെ തെളിയുന്നത്. പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിശോധിക്കുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി അല്ലേ? പ്ലാവിലക്കഞ്ഞി, കുട്ടനാട്ടിൽ കർഷകരുടെ പട്ടിണി, ജന്മിക്കാണ് അധികാരം മുഴുവനും, പട്ടിണി താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിക്കുന്നു, വേണ്ടത്ര കൂലി കൊടുക്കുന്നില്ല, കിട്ടുന്ന കൂലി ഭക്ഷണത്തിന് പോലും തികയുന്നില്ല. എന്നിട്ട് ഈ പാവങ്ങളുടെ അധ്വാനമായ നെല്ല് വലിയ വിലയ്ക്ക് വിറ്റിട്ട് ജന്മി വീണ്ടും വീണ്ടും പൈസക്കാരനായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അന്നത്തെ സാമൂഹിക സാഹചര്യം അല്ലേ? ഇത് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതിന് ശേഷം ഇവർ പട്ടിണിയാണെന്ന് കാണിക്കുന്ന ഓരോ സന്ദർഭങ്ങളും 2 ഇടങ്ങളിൽ നിന്ന് എടുത്തെഴുതിക്കൊള്ളുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കാം. അടുത്തത് അമ്മത്തൊട്ടിലിനെ കുറിച്ചാണ്. അമ്മത്തൊട്ടിലെ വരികൾ തന്നിട്ട് നിങ്ങളോട് പറയണത്, സമകാലിക സംഭവങ്ങൾ വിശകലനം ചെയ്ത് തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യത്തെക്കുറിച്ച് മുഖപ്രസംഗം. നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു മുഖപ്രസംഗത്തെക്കുറിച്ച് അല്ലേ? ഹെഡിങ് എന്താ? തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യം എന്ന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തതിന് ശേഷം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് അമ്മമാരിന്ന് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്, അത് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആമുഖം കൊടുക്കുക. 2ാമത്തെ പാരഗ്രാഫിൽ കുറച്ച് സന്ദർഭങ്ങൾ എടുത്തെഴുതുക. ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഉണ്ടായിട്ടുള്ള വെച്ചാൽ നിങ്ങളുടെ ഭാവനയിൽ കുറേ സന്ദർഭങ്ങൾ, ഇന്ന മകൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഉപേക്ഷിച്ചു എന്നുള്ള സംഭവങ്ങൾ എടുത്തെഴുതുക. അതിനുശേഷം അതിൽ നിങ്ങൾക്കുള്ള മനോഭാവം, നിങ്ങൾക്ക് അതിലുള്ള വേദന വ്യക്തമാക്കിയിട്ട് 4-5 സെന്റൻസ് എഴുതുക. അതിനൊരു പരിഹാരം എഴുതുക. നമ്മൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാണ് എഡിറ്റോറിയൽ മുഖപ്രസംഗം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ എഴുതി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, എളുപ്പമുള്ള പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും തനിയെ ഇരുന്ന് എല്ലാത്തിൻ്റെയും ആൻസർ ഒറ്റയടിക്ക് ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തുക. നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓക്കെ.